വെസ്റ്റ്. കുഴപ്പമില്ലല്ലോ. അയാൾ ആദ്യം എന്ത് ചെയ്തു? 30 മീറ്റർ ടുവേർഡ്സ് നോർത്ത്. അയാൾ ആദ്യം എന്ത് ചെയ്തു? 30 മീറ്റർ ടുവേർഡ്സ് നോർത്ത്. അപ്പൊ ഇവിടെ നിന്നാണ് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അയാൾ 30 മീറ്റർ എന്ത് ചെയ്തു? നോർത്തിലേക്ക് നടന്നു. കുഴപ്പമുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഞാനിതാ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എക്സ് ആക്സിസിൽ എടുക്കാൻ പോവാണ്. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ഞാനിതാ എക്സ് ആക്സിസിൽ എടുക്കാൻ പോവാണ്. അപ്പൊ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. വെസ്റ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. അതുപോലെ നോർത്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് വൈ ആണ്. സൗത്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് വൈ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഈ 30 മീറ്റർ നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയാൾ എന്ത് ചെയ്യാം? 30 ജെ ക്യാപ്പ് എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇതാണ് അയാളുടെ ഫസ്റ്റ് മൂവ്മെന്റ്. ഞാൻ S1 എഴുതി. ഫസ്റ്റ് മൂവ്മെന്റ് ഞാൻ എന്ത് ചെയ്തു? S1 എഴുതി. S1 = 30 ജെ ക്യാപ്പ്. ഇനി അയാൾ എന്താ ചെയ്തത്? ആ പോയിന്റിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു? 20 മീറ്റർ ഈസ്റ്റിലേക്ക് നടന്നു. 20 മീറ്റർ ഈസ്റ്റിനെ നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 20 മീറ്റർ ഈസ്റ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? പറഞ്ഞേ. 30 ജെ ക്യാപ്പ് എഴുതിയ പോലെ 20 മീറ്റർ ഈസ്റ്റിനെ നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇതാണ് 20. പറഞ്ഞേ. 20 ഐ ക്യാപ്പ്. യെസ്, 20 ഐ ക്യാപ്പ് എന്നാണ് നിങ്ങൾ എഴുതുക. കാരണം നമ്മൾ ഈസ്റ്റ് എടുത്തത് എക്സ് ഡയറക്ഷനിലാണ്. ദർഫോർ 20 മീറ്റർ ഈസ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? 20 ഐ ക്യാപ്പ് എന്ന് എഴുതാം. ഇത് മനസ്സിലായോ? 30 ജെ ക്യാപ്പ് എന്നും 20 ഐ ക്യാപ്പ് എന്ന് എടുത്തത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി അയാൾ എന്താ ചെയ്തത്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നടന്നു എന്നാണ് പറഞ്ഞത്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഈ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ഡയറക്ഷൻ അല്ലേ കിട്ടുക? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഇതിന്റെ വാല്യൂ എത്രയാ? 30√2. അതെ. ഈ സൗത്തും വെസ്റ്റും കൂടി ചേർന്നാണ് ആക്ച്വലി സൗത്ത് വെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സൗത്ത് വെസ്റ്റേൺ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സൗത്ത് വെസ്റ്റേൺ സ്പ്ലിറ്റ് ചെയ്താൽ സൗത്തും വെസ്റ്റേണിലേക്ക് കിട്ടുക. അപ്പൊ ഈ 30√2നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങോട്ട് ഒരു സൗത്ത് കിട്ടും, ഇങ്ങോട്ട് ഒരു വെസ്റ്റ് കിട്ടും. രണ്ടും കൂടി ചേരുമ്പോഴാണ് 30√2 കിട്ടുക. മനസ്സിലായോ? ശ്രദ്ധിക്കേ, സൗത്ത് വെസ്റ്റിൽ പോയി എന്ന് പറയുന്നതിന് പകരം അയാൾ ആദ്യം സൗത്തിലും പിന്നെ വെസ്റ്റിലും പോയി എന്ന് പറഞ്ഞാൽ മതി. രണ്ടും ഈക്വൽ അല്ലേ? ഇനി നോക്കിക്കേ, ഇത് 30√2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ x1 എന്ന് എഴുതിയതും x2 എന്ന് എഴുതിയതിന്റെ വാല്യൂ എത്രയായിരിക്കും? x1 എഴുതിയതിന്റെയും നിങ്ങൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ ഒക്കെ പഠിച്ചതാണോ? റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പഠിച്ചതാണോ? പഠിച്ചതാണ്. ഓക്കെ. നോക്കിക്കേ, സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും അല്ലേ? സൗത്തിന്റെ വെസ്റ്റിന്റെ കറക്റ്റ് സെന്റർ കൂടെ പോകുന്ന ഡയറക്ഷനാണ് സൗത്ത് വെസ്റ്റ്. അപ്പോ ഇത് 30√2 ആണെങ്കിൽ x1 = നിങ്ങൾക്ക് 30√2 cos 45 എന്ന് എഴുതി കൂടെ? പഠിച്ചിട്ടുണ്ടോ? 30√2 cos 45 പഠിച്ചിട്ടുണ്ടോ? എടാ, മനസ്സിലാവുന്നുണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. ശ്രദ്ധിക്ക്. നോക്ക്, നിങ്ങൾക്കിതാ ഇങ്ങനെ ഒരു ഡയറക്ഷനാണ് തന്നത്. ദിസ് ഈസ് ആക്ച്വലി 30√2. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതിന് രണ്ടായിട്ട് മുറിക്കാൻ പോവാണ്. സൗത്തും വെസ്റ്റും ആക്കി മാറ്റാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? രണ്ടായിട്ട് മുറിക്കാൻ പോവാണ്. സൗത്തും വെസ്റ്റും ആയിട്ട് പോവാണ്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെ സൗത്ത് വെസ്റ്റിൽ പോകുന്നതിന് പകരം അയാൾക്ക് എന്ത് ചെയ്താൽ മതി? സൗത്തിലും വെസ്റ്റിലുമായിട്ട് പോയാലും അയാൾ അതേ പോയിന്റിൽ തന്നെ എത്തും എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ? Is that clear?
ആ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ആ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നോക്ക്. അയാള് ഇങ്ങനെ സൗത്ത് വെസ്റ്റിൽ പോയി എന്നാണ് പറഞ്ഞത്. ആൻഡ് അത് എത്ര പോയത്? 30√2 ആണ് പോയത്. അതിന് പകരം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം അയാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മൂവ് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മൂവ് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അയാൾ അതേ പോയിന്റിൽ തന്നെ അല്ല എത്തുക. ഇത് x1 ഉം ഇത് x2 ആണെങ്കിൽ x1 ഉം x2 ഉം വെക്ടർ അഡീഷൻ നടത്തിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 30√2 ആണ് കിട്ടുക. Is that clear? Yes, sir. And this angle is 90. ഈ ആംഗിൾ എത്രയാണ്? 90 ആണ്. ഈ ആംഗിൾ 45 ആണ് അല്ലേ? എന്തുകൊണ്ടാണ് 45 ആയത്? എന്തുകൊണ്ടാണ് 45 ആയത്? ആംഗിൾ സം പ്രോപ്പർട്ടി. ശ്രദ്ധിക്കേ, ഇത് സൗത്ത് വെസ്റ്റ് എന്നാണ് പറഞ്ഞത്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ സൗത്തുമായും വെസ്റ്റുമായും ഒരേ ആംഗിൾ അല്ലേ ഉണ്ടാക്കേണ്ടത്? Yes, sir. അപ്പോ ദാറ്റ് ആംഗിൾ വിൽ ബി എത്രയായിരിക്കും? 45 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് x1ന്റെയും x2ന്റെയും വാല്യൂ കണ്ടുപിടിച്ചൂടെ? ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ബൈ യൂസിങ് ട്രിഗ്നോമെട്രി കണ്ടുപിടിച്ചൂടെ? Yes, sir. കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ദാ ഈ ഒരു x1ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടാന്നറിയോ? 30 ആണ് കിട്ടുക. അതെങ്ങനെ കിട്ടുക? cos 45 is equal to x1 by hypotenuse. ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾക്ക് എത്ര കിട്ടുക? 30√2 ആണ് കിട്ടുക. cos 45ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 1/√2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? x1 is equal to 30 എന്ന് കിട്ടും. x1 is equal to 30 ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് x2ന്റെ വാല്യൂ കിട്ടും. അതും എന്താണ്? 30 ആയിരിക്കും. മനസ്സിലായോ? Yes, sir. മനസ്സിലായി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ 30√2നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാന്നറിയോ? 30√2നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാന്നറിയോ? 30 സൗത്ത് പ്ലസ് 30 വെസ്റ്റ് എന്ന് എഴുതാം. ഇതാണ് 30√2 സൗത്ത് വെസ്റ്റ്. Is that clear? Yes, sir. ഓക്കെ, നോർത്ത് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ? പോസിറ്റീവ് വൈയിലല്ലേ? അപ്പൊ സൗത്ത് എങ്ങോട്ടായിരിക്കും? നെഗറ്റീവ് ആയി. ഈ നെഗറ്റീവ് ആയിന് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക? എങ്ങനെ എഴുതുക? -30j എന്നല്ലേ എഴുതുക? പ്ലസ് 30 വെസ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈസ്റ്റ് പ്ലസ് ഐ ആണ്. അപ്പോ വെസ്റ്റ് -30i. ക്ലിയർ ആണോ? Yes, sir. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് അയാളുടെ 3 മൂവ്മെന്റ്. S1 30j, S2 20j, S3 -30j -30i. ക്ലിയർ ആണോ? Yes, sir. ക്ലിയർ ആണ്. ഇനി അയാളുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനാണ് ചോദിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് 3 കൂടി ആഡ് ചെയ്യാം. 3 കൂടി വെക്ടർ അഡീഷൻ നടത്തുക. S1 പ്ലസ് S2 പ്ലസ് S3 നടത്തിയാൽ മതി. എന്ന് പറയുമ്പോൾ നോക്കിക്കേ, S1 എത്രയാ? 30j. S2 എത്രയാ? 20i പ്ലസ് 20i. ഇനി S3 എത്രയാ? -30j -30i. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഈ 30jയും ഈ -30jയും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോലെ. പിന്നെ ഇവിടെ ഉള്ളത് ഒരു പ്ലസ് 20iയും ഒരു -30iയും ആണുള്ളത്. പ്ലസ് 20i ആൻഡ് -30i എന്തായിരിക്കും ആൻസർ കിട്ടുക? -10. അതെ, -10i എന്നാണ് കിട്ടുക. ഈ -10i എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? -10i എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? 10 meter towards west. അതെ, 10 meter towards west ആണ്. പ്ലസ് ഐ ഈസ്റ്റ് ആണ്. അപ്പൊ -i എന്ന് പറയുമ്പോൾ 10 meter towards west ആണ്. അപ്പൊ ആൻസർ 10 meter towards west. ഓപ്ഷൻ എ വരും. ക്ലിയർ ആണോ? Yes, sir. ക്ലിയർ ആണ്. ഓക്കെ, എഴുതി കഴിഞ്ഞോ?
എഴുതി കഴിഞ്ഞോ? No, sir. ഓക്കെ, കഴിഞ്ഞാ പറയണേ. കഴിഞ്ഞോ? മക്കളെ കഴിഞ്ഞോ? Sir, 1 minute. സ്പീഡാക്ക്. കഴിഞ്ഞു സാർ. സ്പീഡാക്ക്. ഒരു ക്വസ്റ്റിനെ 15 മിനിറ്റ് ഒക്കെ എടുത്താൽ നമുക്ക് ആകെ എത്ര ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റുക? വളരെ കുറച്ച് ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റുള്ളൂ. വായിക്കാൻ പോണേ. Yes, sir. Fine. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ബോഡി മൂവ്സ് അലോങ് ദി കർവ്ഡ് പാത്ത് ഓഫ് എ ക്വാർട്ടർ സർക്കിൾ. കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ്. ഇത് നമ്മൾ ചെയ്തതല്ലേ ഈ ക്വസ്റ്റ്യൻ? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. എ ബോഡി മൂവ്സ് അലോങ് ദി കർവ്ഡ് പാത്ത് ഓഫ് എ ക്വാർട്ടർ സർക്കിൾ. ഓർമ്മയുണ്ടോ? നമ്മളൊരു ബോഡി ക്വാർട്ടർ സർക്കിളിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയില്ലേ? കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസ്. നോക്കിക്കേ. ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാലേ ഇതാ, ഇവിടുന്ന് തുടങ്ങുന്ന ആള് ഇവിടെ എത്തും. ഇതല്ലേ ക്വാർട്ടർ സർക്കിള്? അല്ലേ? യെസ്. ഇത് 6. അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ്. എയും ബിയും തമ്മിലുള്ള ദൂരം. ഇത് 6 ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടുക? R√2. യെസ്, R√2. അപ്പൊ ക്വാർട്ടർ സർക്കിൾ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടും? R√2 കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് R√2. ഡിസ്റ്റൻസ് എത്ര കിട്ടുക എന്ന് പറഞ്ഞ? ഡിസ്റ്റൻസ് എത്ര കിട്ടുക? 1/4. 2πr/4. അതെ, 1/4 ഓഫ് 2πr അല്ലേ? ഓർമ്മയുണ്ടോ? നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. യെസ്. 2πr/4. ഈ 2πr/4 എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് വരിക? πr/2 അല്ലേ? നമ്മളോട് പറഞ്ഞത് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റിന്റെ റേഷ്യോ കാണാനാണ്. ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. എത്ര വരികയെന്ന് പറഞ്ഞേ? πr/2 ഡിവൈഡഡ് ബൈ R√2. 6 പോവും. ബാക്കി എന്ത് വരും? ഈ √2 തിരിഞ്ഞ് ഇവിടെ വരും. π/2√2 എന്നാണ് വരിക അല്ലേ? നിങ്ങൾ പൈക്ക് കൊടുക്കേണ്ട വാല്യൂ 3.14 കൊടുക്കണ്ട. പൈക്ക് വരെ നിങ്ങൾ എന്ത് കൊടുക്കുക? 22/7 കൊടുക്കുക. കാരണം ഓപ്ഷൻ നോക്കിക്കേ, ഒക്കെ 7ന്റെ ടേംസിലാണ്. 7ഉം 11ന്റെ ഒക്കെ ടേംസിലാണ്. അപ്പൊ പൈക്ക് വരെ 22/7 കൊടുക്കുക. അപ്പൊ പൈക്ക് വരെ 22/7 കൊടുത്താൽ എന്ത് വരും? 22/7/2√2 എന്ന് വരും. ഈ 2ഉം 22ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 11 വരും. Therefore ആൻസർ എന്ത് വരും? 11/7√2. ഓർ റേഷ്യോ ഫോമിൽ എഴുതുമ്പോൾ 11:7√2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 3 വരും. Is that clear? Yes, sir. Okay. എഴുതുന്നുണ്ടോ? ചെയ്തു കഴിഞ്ഞാൽ പറയണേ. കഴിഞ്ഞു സർ. ഓക്കെ, വായിക്കാൻ പോണേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 3 particles P, Q and R are situated at point A.
on the circular path of radius 10 meter, all three particles move along different paths and reach point B as shown in the figure. Then the ratio of distance traveled by particle P and Q. Then ratio of distance traveled by particle P and Q. നോക്കിക്കേ, എല്ലാവരും എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടാണ് എത്തുന്നത്? ബിയിലേക്കാണ് എത്തുന്നത് അല്ലെ? എല്ലാവരും എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബിയിലേക്കാണ് എത്തുന്നത്. പി പോകുന്ന പാത്ത് നിങ്ങൾ കണ്ടോ? പി പോകുന്ന പാത്ത് ഇതാണ്. പി പോകുന്ന പാത്ത് ഞാൻ റെഡ് കൊണ്ട് വരച്ചത് അല്ലേ? Yes, sir. അയാളുടെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ഓഫ് ബി. ഡിസ്റ്റൻസ് ഓഫ് ബി അത് ഡിസ്റ്റൻസ് എത്രയായിരിക്കും പറഞ്ഞേ? 3/4. അതെ, 3/4 ഓഫ് 2πr ആയിരിക്കും. മുക്കാൽ ഭാഗമല്ലേ അത് അല്ലേ? Yes, sir. ഓക്കെ. ഇനി ക്യൂ പോകുന്ന പാത്ത് നോക്കിക്കേ നിങ്ങൾ. ക്യൂ പോകുന്ന പാത്ത് ഞാൻ ഈ ഗ്രീൻ ലൈൻ കൊണ്ട് വരയ്ക്കുന്നുണ്ട്. ക്യൂ പോകുന്ന പാത്ത്, ക്യൂവിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ക്യൂവിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 1/4. സോറി, ക്യൂ അല്ല, 1/4. ഇത് ഡിസ്റ്റൻസ് ഓഫ് പി അല്ലേ? 1/4 ആണോ? 1/4 ആണോ? ശരിക്കും ആലോചിച്ച് പറ. 20. ഡിസ്റ്റൻസ് ഓഫ് ക്യൂ ആറിന്റെ ടേംസിൽ പറഞ്ഞ, ആറിന്റെ ടേംസില് നോക്കി. അയാൾ എയിൽ നിന്ന് സെന്ററിലേക്ക് പോയി, അപ്പൊ ഒരു 6, പിന്നെ സെന്ററിൽ നിന്ന് ബിയിലേക്ക്, അപ്പൊ വീണ്ടും ഒരു 6. അപ്പൊ എത്ര വരിക? 2r അല്ലേ? അല്ലേ? Yes, sir. ഈ 1/4 ഓഫ് 2πr ആരുടെ ഡിസ്റ്റൻസ് ആണ് വരികയെന്നറിയോ? 1/4 ഓഫ് 2πr ആരുടെ ഡിസ്റ്റൻസ് ആണ് വരികയെന്നറിയോ? 1/4 ഓഫ് 2πr ഫിഗർ നോക്കി പറ. 6 കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും 1/4 ഓഫ് 2πr അല്ലേ? Yes, sir. 6 കവർ ചെയ്യുന്ന ചോദിച്ചിട്ടില്ല. നമ്മളോട് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പി ആൻഡ് ക്യൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ കണ്ടാൽ മതി. റേഷ്യോ കാണുമ്പോൾ 6 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഇവിടെ 2 കാണാം, ഇവിടെ 2 കാണാം, ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉണ്ടാവുക? 3π/4 എന്നാണ് ഉണ്ടാവുക അല്ലേ? P/Q. Yes, sir. Therefore answer is option number 3. Is that clear? Yes, sir. എഴുതി കഴിഞ്ഞോ? എഴുതി തീർന്നു. ഓക്കെ. Next, question number 4. If displacement of a particle is 0, then distance covered. Displacement 0 ആണെങ്കിൽ distance must be 0, may or may not be 0, cannot be 0, depends upon the particle. Answer എന്താ വരിക? Displacement 0 ആണെങ്കിൽ distance. Yes, very good. May or may not be 0 അല്ലേ? Yes. ഡിസ്റ്റൻസ് എന്തായാലും 0 ആവുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ ക്ലാസ് പറഞ്ഞതാണ്. അടുത്തത് പറയട്ടെ. Okay, sir. Question number 5. If the distance covered is 0, ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് must be 0, may or may not be 0, cannot be 0, depends upon the particle. പറഞ്ഞേ. ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ Must be 0. അതെ, മസ്റ്റ് ബി 0. ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? പാർട്ടിക്കിൾ അവിടുന്ന് അനങ്ങിയിട്ടില്ല എന്നല്ല അതിന്റെ മീനിങ്. Yes, sir. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കണം? 0. Okay. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. The location of a particle is changed. ലൊക്കേഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. What can we say about a displacement and distance covered by the particle? ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ ഡിസ്റ്റൻസിനെ പറ്റി നമുക്ക് എന്ത് പറയാം? Both cannot be 0, one of the two may be 0, both must be 0. If one is positive, other is negative and vice versa. എന്താ ആൻസർ? Both cannot be 0. Yes, very good. Both cannot be 0. എന്താ കാരണം? അല്ല, ലൊക്കേഷൻ എപ്പോഴാണ് ഡിസ്പ്ലേസ്മെന്റ് 0 ആവുക? Circular path.
സർക്കുലർ പാത്തിലാവണമെന്നില്ല. ബോഡി സെയിം ലൊക്കേഷനിൽ തന്നെ തിരിച്ചെത്തുമ്പോ അല്ലേ എന്ന് പറയുമ്പോ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോ. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ലൊക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആവില്ല, അതുകൊണ്ട് ഡിസ്റ്റൻസ് 0 ആവില്ല. Is that clear? Yes, sir. Yes, sir. Okay. Question number 7 നോക്കുക. Question number 7. An athlete completes one round of a circular track of radius r in 20 seconds. An athlete completes one round of a circular track of radius r in 20 seconds. ഒരു full circle എന്ത് ചെയ്തു, 20 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. What will be his displacement at the end of 2 minutes 20 seconds? 20 സെക്കൻഡ് കൊണ്ട് ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ 2 minutes 20 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ? 0. 0 ആയിരിക്കും. ആൻസർ 0. എന്താ കാരണം? എടാ 2 minutes 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 minutes 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ് ആക്ച്വലി ടോട്ടലി? 140 സെക്കൻഡ് അല്ലേ? Yes, sir. അപ്പൊ നോക്കിക്കേ, 20 സെക്കൻഡ് കൊണ്ട് ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 140 സെക്കൻഡ് കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്തിട്ടുണ്ടാവുക? 7 ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? Yes, sir. 7 ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെയല്ലേ തിരിച്ചെത്തുക? അതെ. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0. 0. ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. 40 സെക്കൻഡ് കൊണ്ടാണ് അയാൾ ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. 40 സെക്കൻഡ് കൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 minutes 20 സെക്കൻഡിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 2 minutes 20 സെക്കൻഡിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? Diameter of circle. അതെ, വെരി ഗുഡ്. ദ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഡയാമീറ്റർ ആയിരിക്കും. എന്താ കാരണം? നോക്കിക്കേ, 140 എന്ന് പറഞ്ഞാൽ 40 പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു നമ്പർ അല്ല. 40 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. 80 സെക്കൻഡ് കഴിയുമ്പോൾ 2 ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. 120 സെക്കൻഡ് കഴിയുമ്പോൾ 3 ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി 4ാമത്തെ ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അയാൾക്ക് എത്ര സമയം വേണം? 160 വേണ്ടേ? Yes, sir. പക്ഷെ ഇവിടെ എത്ര ടൈം ഉള്ളൂ? 40. 140. 160 എന്ന് പറയുമ്പോൾ 120ന്റെയും 160ന്റെയും കറക്റ്റ് സെന്ററിലുള്ള നമ്പർ അല്ലേ? Yes, sir. അപ്പൊ 140 എന്ന് പറയുമ്പോൾ അയാൾ എത്ര സർക്കിള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവാന്ന് അറിയോ? 3.5 സർക്കിള്, 3 പിന്നെ ഒരു അരയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 120 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ടാവും. 140 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ അര സർക്കിൾ എന്ന് പറയുമ്പോൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സൈഡിലാണ് എത്തിയിട്ടുണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഡയാമീറ്റർ. Is that clear? Yes, sir. Okay. ഇനി question number 8. A man walks for some time t with velocity v due east. Then he walks for same time t with velocity v due north. The average velocity of the man. നോക്കിക്കേ. ഇയാൾ എന്ത് ചെയ്തു? ആദ്യം അയാള് ഈസ്റ്റിലേക്ക് പോയി അല്ലേ? അയാൾ പോയ ഓയിൽ നിന്ന് തുടങ്ങി അയാൾ ഈസ്റ്റിലേക്ക് പോയി. ടി സമയം കഴിഞ്ഞപ്പോൾ അയാൾ എയിലെത്തി എന്ന് വിചാരിക്കും. കുഴപ്പമുണ്ടോ? No, sir. ഓക്കെ. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എന്തായിരിക്കും? വി ടി ആയിരിക്കും. അതെങ്ങനെ എനിക്ക് വി ടി കിട്ടിയത്? എടാ ഓ എന്നുള്ള ഡിസ്റ്റൻസ് വി ടി ആയിരിക്കും. അതെങ്ങനെ എനിക്ക് വി ടി കിട്ടിയേ? distance by time ഫോർമുല വെച്ചിട്ട്. അതെ, വെലോസിറ്റി is equal to distance by time അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് is equal to velocity into time എന്ന് കിട്ടൂലേ? Yes, sir. ഓക്കെ. ഇനി എയിലെത്തിയ അയാൾ എന്ത് ചെയ്തു? നോർത്തിലേക്കാണ് പോയത്. ഫോർ ദി സെയിം ടൈം വിത്ത് ദ സെയിം വെലോസിറ്റി. ദെർഫോർ ആ ഡിസ്റ്റൻസ് എന്ത് തന്നെ ആയിരിക്കും? വി ടി തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ?
Yes, sir. Clear ആണ്. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളോട് ചോദിച്ചത് ആവറേജ് വെലോസിറ്റി ഓഫ് ദി മാൻ ആണ്. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ Total time taken. അതെ, ടോട്ടൽ ടൈം ആണ്. ഒരു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ ഇയാളുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഓയിൽ തുടങ്ങിയ അയാൾ ബിയിലല്ലേ എത്തിയത് അല്ലേ? Yes, sir. ഇത് വി ടി അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? OB എത്രയായിരിക്കും? VT √2. അതെ, വെരി ഗുഡ്. √2 VT അല്ലെങ്കിൽ VT √2 ബൈ പൈതഗോറസ് തിയറം. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? √2 VT എന്ന് കൊടുക്കാം. ടോട്ടൽ ടൈം എന്താന്ന് പറഞ്ഞ? ടോട്ടൽ ടൈം എന്താ? 2t. 2t. അതെ, അപ്പൊ ടി പോയി √2 by 2 എന്ന് പറയുമ്പോൾ എന്താ? 1/√2 അല്ലേ? √2 by 2 എന്ന് പറയുമ്പോൾ 1/√2. Therefore the answer is V/√2. ക്ലിയർ ആണോ? Is sir clear? Yes, sir. Okay. മായ്ക്കട്ടെ? Okay, sir. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. A drunkard is walking along a straight road. He takes 5 steps forward and 3 steps backward, followed by 5 steps forward and 3 steps backward, and so on. Each step is 1 meter long and takes 1 second. There is a pit on the road 11 meters away from the starting point. The drunkard will fall into the pit after. Question മനസ്സിലായോ? ഇത് ആക്ച്വലി ഇത് ചെയ്യാൻ ഫിസിക്സ് അറിയണമെന്നില്ല. ഇത് ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ CBSE പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഇതെനിക്ക് തോന്നുന്നു CBSE 9th മാത്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഒരു ഡ്രങ്കാർഡ് എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അയാൾ നടക്കുന്നത് 5 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നാൽ പിന്നെ അയാൾ എന്താ ചെയ്യുന്നത്? 3 സ്റ്റെപ്പ് ബാക്കോട്ടാണ് നടക്കുന്നത്. അപ്പോ ഇൻ എഫക്റ്റ് 8 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ എത്രയാണ് മുന്നോട്ട് നടക്കുന്നുള്ളൂ? 8 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ എത്ര മുന്നോട്ട് നടക്കുന്നുള്ളൂ? രണ്ട് സ്റ്റെപ്പ്. എടാ, ഓരോ സ്റ്റെപ്പിനും ഓരോ സെക്കൻഡ് ആണ് അയാൾ എടുക്കുന്നത്. 5 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അയാൾ 3 സ്റ്റെപ്പ് ബാക്കോട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇൻ എഫക്റ്റ് ആഫ്റ്റർ 8 സെക്കൻഡ്സ് അയാൾ എത്ര നടക്കുന്നുള്ളൂ? 2 സ്റ്റെപ്പേ നടക്കുന്നുള്ളൂ. ഇനി ഓരോ സ്റ്റെപ്പ് 1 മീറ്റർ എന്നൊരു പറയുന്നുണ്ട്. അപ്പൊ ആഫ്റ്റർ 8 സെക്കൻഡ് അയാൾ എത്ര നടക്കുന്നുള്ളൂ? 2 മീറ്ററേ നടക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ? Yes, sir. ഇനി നിങ്ങളോട് പറഞ്ഞത് 11 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുഴിയിൽ ചാടാൻ ഇയാൾ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത്. 11 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുഴിയിൽ ചാടാൻ ഇയാൾ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത്. ആൻസർ എന്താ വരിക? 11 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുഴിയിൽ ചാടാൻ അയാൾ എത്ര സമയം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞേ. ആലോചിച്ച് പറ. 44 ആണോ? 44 ആണോ? 44 ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. നോക്കേ, ശ്രദ്ധിക്കേ. ഞാൻ പറഞ്ഞത് ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. 8 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ എത്ര മീറ്റർ നടന്നിട്ടുണ്ടാവും? 2 meter. 2 മീറ്റർ. 2 meters. 16 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ എത്ര മീറ്റർ നടന്നിട്ടുണ്ടാവും? 4 4 meter. 4 മീറ്റർ. ക്ലിയർ ആണല്ലോ? 24 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ എത്ര മീറ്റർ നടന്നിട്ടുണ്ടാവും? 6 മീറ്റർ. ക്ലിയർ ആണോ? Yes, sir. നിങ്ങൾ ഇതേ ലോജിക്ക് അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ 32 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ 8 മീറ്റർ നടന്നിട്ടുണ്ടാവും. 40 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ 10 മീറ്റർ നടന്നിട്ടുണ്ടാവും. ഈ 41 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 11 മീറ്ററുള്ള കുഴിയിൽ വീണിട്ടുണ്ടാവും. അങ്ങനെയല്ലേ നിങ്ങൾക്ക് ആൻസർ കിട്ടുക? Yes.
പക്ഷെ ഈ ലോജിക് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? 41 സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ അതിലുണ്ടോ നോക്ക്. 41 സെക്കൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് 41 കുത്തിയേനെ അല്ലേ? പക്ഷെ ആൻസർ 41 അല്ല. എന്താ കാരണം എന്നറിയോ? ശ്രദ്ധിക്കേ, 24 സെക്കൻഡ് കഴിയുമ്പോഴാണ് അവിടെ എത്തി 6 meter. 6 മീറ്ററിൽ. ഇനി ഇയാൾ നടക്കുന്ന പാറ്റേൺ അവർ പറയുന്നുണ്ട്. ആദ്യത്തെ 5 സെക്കൻഡ് അയാൾ എന്താ ചെയ്യുന്നത്? മുന്നോട്ടാണ് നടക്കുന്നത്. പിന്നെ അവസാനത്തെ 3 സെക്കൻഡ് ആണ് അയാൾ ബാക്കോട്ട് നടക്കുന്നത് അല്ലേ? Yes, sir. ഇനി നോക്കിക്കേ, ഇനി ഒരു 5 സെക്കൻഡ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ എത്തി 11 മീറ്ററിൽ എത്തിയില്ലേ? Yes, sir. 11 മീറ്ററിലാണ് നമ്മളെ കുഴി ഉള്ളത്. അപ്പൊ 29 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുഴിയിൽ വീണിട്ടുണ്ടാവും. പിന്നെ അയാൾക്ക് ബാക്കോട്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. therefore ആൻസർ എന്താ വരിക? 29 seconds. 29 സെക്കൻഡ്സ് ആണ് ആൻസർ വരിക. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ CBSE ചെറിയ 9ാം ക്ലാസ്സിന്റെ മാത്സിന്റെ ടെക്സ്റ്റിലുണ്ട്. ഒരു ഫ്രോഗ് തെങ്ങിന്റെ മുകളിൽ കയറുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സംശയമുണ്ട്. ആ ഫ്രോഗ് ഇതേപോലെ ഒരു 3 സ്റ്റെപ്പ് മുകളിലേക്ക് കയറും, 1 സ്റ്റെപ്പ് താഴേക്ക് വീഴും. 3 സ്റ്റെപ്പ് മുകളിലേക്ക് കയറും, 1 സ്റ്റെപ്പ് താഴേക്ക് വീഴും. എപ്പോഴാണ് ആ ഒരു തെങ്ങിന്റെ ഏറ്റവും മുകളിൽ എത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതേ ലോജിക്ക് അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഏറ്റവും മുകളിൽ എത്തുന്ന ഇൻസ്റ്റന്റില് എന്ത് ചെയ്യണം? ടൈം സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അയാളെ താഴേക്ക് ചാടൂല. മനസ്സിലായോ? Yes, sir. മനസ്സിലായി. CBSE പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ചെറിയ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. ഇത് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ഓർമ്മ. ഇനി ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ? 9th ക്വസ്റ്റ്യൻ 29 സെക്കൻഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി, sir. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. A car runs at constant speed on a circular track of radius 10 meter, taking 6.28 seconds on each lap. The average speed and average velocity for each complete lap. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? ഏകദേശം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ? അല്ലേ? ഇതേപോലെ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്താ കിട്ടുക? ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ഫോർ ഈച്ച് കംപ്ലീറ്റ് ലാപ്പ്. ആവറേജ് വെലോസിറ്റി ഓരോ ഒരു ലാപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? നിങ്ങളുടെ ആൻസർ പറയട്ടെ. 0 ആയിരിക്കും. എന്താ കാരണം? സർക്കുലർ ട്രാക്ക് ആണ്. ഒരു ഫുൾ ലാപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് ക്ലാസ്സിൽ, ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പൊ നോക്കിക്കേ, വെലോസിറ്റി 0 ഉള്ള 2 ഓപ്ഷൻ അല്ലേ ഇവിടെ ഉള്ളത്? 2ഉം 3ഉം. അപ്പൊ ആൻസർ 2ഓ 3ഓ അതിൽ ഏതെങ്കിലും ഒന്നാണെന്ന് ഉറപ്പിക്കാം. ഇനി നോക്കിക്കേ, അതിൽ 3ാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക. വെലോസിറ്റി 0, സ്പീഡ് 0. സ്പീഡ് 0 അല്ല എന്ന് ഉറപ്പാണ്. കാരണം ഡിസ്റ്റൻസ് എന്താവൂല? 0 ആവോ? ഇല്ല. ഒറ്റയടിക്ക് ഇത് ചെയ്യാതെ തന്നെ ആൻസർ എഴുതാം. ആൻസർ വിൽ ബി 2 അല്ലേ? Yes, sir. ഓക്കെ. ഇനി എങ്ങനെയാണ് ആക്ച്വലി സ്പീഡ് കണ്ടുപിടിക്കുക? ഇവിടെ ഇപ്പൊ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അല്ലാത്ത ആൻസർ എഴുതാം. എങ്ങനെയാണ് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുക? സ്പീഡ് ഈസ് ഈക്വൽ ടു, അതെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്ന് പറയുമ്പോൾ 2πr ബൈ ടൈം. ടൈം എത്ര? 6.28. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ 2 ആണ് വരിക. Is that clear? Yes, sir. ഓക്കെ. ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒബ്ജക്റ്റീവിൽ അപ്പൊ അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യാതെ തന്നെ ചിലപ്പോൾ ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാതെ തന്നെ ആൻസർ എഴുതാം. ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. A particle moving in a straight line covers half the distance with the speed 12 meters per second. The other half of the distance is covered in 2 equal time interval with the speed 4.5 and 7.5 respectively. The average speed of the particle during the motion. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ഒരാള് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. ഇതാണ് ബി. ഹാഫ് ദ ഡിസ്റ്റൻസ് വരെ അയാൾ എന്താ ചെയ്തത്?
ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് 12 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഹാഫ് എന്ന് വിചാരിക്കും. ഹാഫ് ദ ഡിസ്റ്റൻസിൽ അയാളുടെ സ്പീഡ് എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആണോ? Yes, sir. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കാം. The other half of the distance is covered in 2 equal time interval. സെക്കൻഡ് ഹാഫിന് അയാൾ എന്ത് ചെയ്തു? വീണ്ടും മുറിച്ചു, 2 ഈക്വൽ ടൈം ഇന്റർവൽ ആയിട്ട് മുറിച്ചു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ പോയിന്റ് ഡി ആന്ന് വിചാരിക്കും. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യാൻ അയാൾ ടോട്ടൽ 2 മണിക്കൂറാണ് എടുത്തതെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ അയാൾ പോയത് 4.5-ലാണ്, പിന്നത്തെ 1 മണിക്കൂറിൽ അയാൾ പോയത് 7.5-ലാണ്. അതാണ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. Is that clear? Yes, sir. എന്റെ ക്വസ്റ്റ്യൻ, ഈ ഡി എന്ന് പറഞ്ഞത് സിയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആയിരിക്കോ? ഞാനിട്ട ഡി എന്ന് പറഞ്ഞത് സിയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആയിരിക്കോ? Yes, sir. ഡി എന്ന് പറഞ്ഞത് സിയുടെയും ബിയുടെയും മിഡ് പോയിന്റ് ആയിരിക്കോ? അല്ല. Equal time. അതെ, നിങ്ങൾ ശ്രദ്ധിക്കുക. സെക്കൻഡ് ഹാഫിനെ അവര് ഡിവൈഡ് ചെയ്തു എന്നല്ല പറഞ്ഞത്. സെക്കൻഡ് ഹാഫിനെ ഈക്വൽ ടൈം ഇന്റർവൽ ആക്കി ഡിവൈഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫ് അയാൾ കവർ ചെയ്തത് 2 മണിക്കൂറിലാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ 4.5-ലാണ്, രണ്ടാമത്തെ 1 മണിക്കൂർ 7.5-ലാണ്. അതാണ് അവർ പറഞ്ഞത്. അല്ലാതെ സെക്കൻഡ് ഹാഫിന്റെ ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്തു എന്നല്ല പറഞ്ഞത്. വിച്ച് മീൻസ് ദാറ്റ് ഡി വിൽ നോട്ട് ബി ദ മിഡ് പോയിന്റ്. Is that clear? Yes, sir. ഓക്കെ. ഇനി നിങ്ങളോട് പറഞ്ഞത് ടോട്ടലിന്റെ ആവറേജ് വെലോസിറ്റി ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം നിങ്ങൾ ഇത് എടുക്കുക, ഈ ഒരു സെക്കൻഡ് ഹാഫ് എടുക്കുക. നോക്കിക്കേ, ഈ ഒരു സെക്കൻഡ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഫസ്റ്റ് ഹാഫ് ഇല്ലാന്ന് വിചാരിക്കാം. സെക്കൻഡ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ അത് ടൈം ഈക്വൽ ആവുന്ന കേസ് അല്ലേ? Yes, sir. ടൈം ഈക്വൽ ആവുന്ന കേസിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടൈം ഈക്വൽ ആവുന്ന കേസിൽ ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ ആവറേജ് വെലോസിറ്റി 2 സ്പെഷ്യൽ കേസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്ന കേസും ഒന്ന് ടൈം ഈക്വൽ ആവുന്ന കേസും. ടൈം ഈക്വൽ ആവുന്ന കേസിൽ ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? V1 plus V2/2. അതെ, V1 plus V2/2 ആണ്. എന്ന് പറഞ്ഞാൽ 4.5 plus 7.5/2. ഓർമ്മയുണ്ടോ? And this is 4.5 plus 7.5 എന്ന് പറയുമ്പോൾ 12 ആണ്. 12/2 എന്ന് പറയുമ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആണോ? Yes, sir. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിന്റെ ആവറേജ് വെലോസിറ്റി എത്രയാണ്? 6 ആണ്. അപ്പൊ ഈ ഫിഗർ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ഇതാണ് ഇവരുടെ മിഡ് പോയിന്റ്. ആദ്യത്തെ ഹാഫിൽ 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സെക്കൻഡ് ഹാഫ് ഈ 4.5-നും 7.5-നും പകരം നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പൊ പറഞ്ഞത്? 6 മീറ്റർ പെർ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? Yes, sir. ഓക്കെ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറി? ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്ന കേസായിട്ട് മാറിയില്ലേ? ഇല്ലേ? Yes. എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ v bar is equal to ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്ന കേസിൽ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? 1/v1 plus 1/v2. 1/v1 plus 1/v2 is equal to 2/v bar. ഇനി 2 പേരെ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2 പേരെ ഉള്ളൂ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? v bar is equal to പറഞ്ഞേ 2v1 v2 plus 2v1 v2 by v1 plus v2. v1 ന് പകരം നിങ്ങൾ 12 കൊടുക്കുക, v2 ന് പകരം നിങ്ങൾ 6 കൊടുക്കുക. അപ്പൊ ആൻസർ എന്താ കിട്ടുക? 2 into 12 into 6 divided by 12 plus 6 എന്ന് പറയുമ്പോൾ 18 ആണ് അല്ലേ? 6 ഉം 18 പോയ 3, 3 ഉം 12 പോയ 4. Therefore the answer is 8 meter per second. Is that clear? Yes, sir. Okay. Question മനസ്സിലായോ? Yes, sir. മനസ്സിലായി.
മായിക്കട്ടെ. പെട്ടെന്ന് എഴുതണേ, ഞാൻ ഒരൊറ്റ എഴുതി. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ശ്രദ്ധിക്കാം. The magnitude of average velocity is equal to average speed. Average velocity average speed എപ്പോഴാണ് ഈക്വൽ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞേ. Magnitude of average velocity is equal to average speed എപ്പോഴാ? On a curved path in the same direction with constant acceleration with constant retardation. Answer എന്താ വരിക? ആരും മിണ്ടുന്നില്ലല്ലോ. അവിടെ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും എപ്പോഴാണ് ഈക്വൽ ആവുക? In the same direction. In the same direction. ആരായി കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഒക്കെ പറയുന്നത്? ഇവിടെ നോക്കിക്കേ, ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആവണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആവണം. ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എപ്പോഴാണ് ഈക്വൽ ആവുക? ബോഡി ഒരേ ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുമ്പോഴല്ലേ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് വെലോസിറ്റി സ്പീഡും ഈക്വൽ ആവുന്നതും ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസും ഈക്വൽ ആവുന്നതൊക്കെ. Question number 13. Question number 13. A body covers 1/3 of the distance with velocity v1. The second 1/3 of the distance with velocity v2, and the last 1/3 of the distance with velocity v3. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആരെയാണ് ഈക്വൽ ആക്കി മാറ്റുന്നത്? ആരെയാണ് ഈക്വൽ ആക്കുന്നത്? ടൈമോ? ഡിസ്റ്റൻസിനെയാണ് ഈക്വൽ ആക്കുന്നത്. 1/3 ഓഫ് ദി ഡിസ്റ്റൻസ് എന്ന് പറയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 പേരുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. 3/v bar is equal to 1/v1 plus 1/v2 plus 1/v3 എന്നാണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നറിയോ? ഓപ്ഷൻ നമ്പർ 2 ആണ് കിട്ടുക. 3v1 v2 v3 by v1 v2 plus v2 v3 plus v3 v1. Clear? Okay, sir. Okay. ഇനി question number 14. Question number 14. A car travels a distance d on a straight road in 2 hours, then returns to the starting point in next 3 hours. Its average speed. ഒരു കാർ എന്ത് ചെയ്തു? Travels a distance d on a straight road in 2 hours and then returns to starting point in the next 3 hours. Its average speed. ഇത് രണ്ട് രീതി ചെയ്യാം. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ അല്ലേ? അപ്പോ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞേ? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 2d. ടോട്ടൽ ടൈം എത്രയാ? 4 hours. 5 അടാ. 2 അങ്ങോട്ടും 3 ഇങ്ങോട്ടും അല്ലേ? 5. അപ്പൊ ആൻസർ എന്ത് വരും? 2d/5. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. മറ്റേത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് മനസ്സിലായല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. Yes. ഓക്കെ,
Question number 15. Question number 15. A train covers first half of the distance between two stations with a speed 40 and the other half with 60 average speed. ഇവിടെ നോക്കിക്കേ, ആരാ ഈക്വൽ? ആരാണ് ഈക്വൽ? ഡിസ്റ്റൻസ് ആണ് ഈക്വൽ. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം, രണ്ട് പേരേ ഉള്ളൂ. 2v1 v2 by v1 plus v2. അപ്പൊ 2 into 40 into 60 by 40 plus 60 എന്ന് പറയുമ്പോൾ 100 ആണ് വരിക. ആൻസർ എത്ര വരും? 48 എന്ന് വരും. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Question number 16. A car moving on a straight road covers 1/3 of a distance with 20 and the rest with 60 average speed. ഇവിടെ നോക്കിക്കേ, ഒരു കാർ എന്ത് ചെയ്തു? എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാണ്. 1/3 of the distance എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം. ഇത് ഫസ്റ്റ് 1/3, ഇത് സെക്കൻഡ് 1/3 ആൻഡ് ബാക്കി ഫൈനൽ 1/3. 1/3 ഓഫ് ദി ഡിസ്റ്റൻസിൽ അയാൾ എത്ര പോയത്? 20ലാണ് പോയത്. പറഞ്ഞ് മനസ്സിലായോ? Yes, sir. The rest with 60. ബാക്കി അവിടുന്ന് അങ്ങോട്ട് മൊത്തം ആൾ പോയത് എത്രയാണ്? 60ലാണ്. അതിന്റെ മീനിങ് എന്താ? ആദ്യത്തെ 1/3 20 ആണ്, സെക്കൻഡ് 1/3 60 ആണ്, തേർഡ് 1/3 എത്രയാണ്? 60 ആണ്. കാരണം ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, സി എന്നുള്ള പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആളെ വെലോസിറ്റി മാറുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോ നിങ്ങൾ എത്ര പീസാക്കി കഴിഞ്ഞാലും ആ പീസിലൊക്കെ ഉള്ള അയാളെ സ്പീഡ് എത്രയാണ്? 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ നമുക്ക് 3 പീസായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ v1ന്റെ വാല്യൂ 20 ആണ്, v2ന്റെ വാല്യൂ 60 ആണ്, v3യുടെ വാല്യൂ 60 ആണ്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. 3/v bar, 3 പേരുണ്ടല്ലോ. 1/v1 എന്ന് പറയുമ്പോൾ 1/20 plus 1/60 plus 1/60. LCM എടുത്താൽ മതി. LCM എന്താ വരിക? 60 അല്ലേ LCM? അപ്പോ 3 plus 2 5. 5/60 എന്ന് വരും. 3/v bar or 3/v bar is equal to 5/60 എന്ന് പറയുമ്പോൾ 1/12 or v bar is equal to 12 into 3 36 km/h എന്ന് വരും. ചെയ്ത മനസ്സിലായോ? Yes, sir, മനസ്സിലായി. ഓക്കെ, കാൽക്കുലേഷൻ ഒക്കെ ഞാൻ സ്റ്റെപ്പ് എത്ര വാരി വലിച്ച് ചെയ്തു കേട്ടോ. എൻട്രൻസ് ക്ലാസ് ആണ്, നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് പഠിക്കണം. Is this clear? Yes, sir, clear ആണ്. വായിക്കട്ടെ. Yes, sir. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ, ഇതിന്റെ ആൻസർ എന്താ വരിക? 36 അല്ലേ? Question number 17. A particle moves in the east direction with 15 meter per second for 2 seconds, then northward with 5 meter per second for 8 seconds. Average speed of the particle. നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യ ആൾ എങ്ങോട്ട് മൂവ് ചെയ്തു? ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തു വിത്ത് 15 മീറ്റർ പെർ സെക്കൻഡ് ഫോർ 2 സെക്കൻഡ്. അപ്പൊ അയാൾ ഓയിൽ തുടങ്ങി 2 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ എയിലെത്തി. ഈ ഡിസ്റ്റൻസ് OA എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞേ. OA എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 സെക്കൻഡ് നേരമാണ് അയാൾ ട്രാവൽ ചെയ്ത സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി OA? 30 meter. യെസ്, വെരി ഗുഡ്. 30 മീറ്റർ ആയിരിക്കും. വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? Yes, sir. ഇനി ഏലെത്തി അയാൾ എന്ത് ചെയ്തു? നോർത്തിലേക്ക് പോയി. എത്ര സെക്കൻഡ് ട്രാവൽ ചെയ്തത്? 8 സെക്കൻഡ് ആണ് ട്രാവൽ ചെയ്തത്. അയാൾ ബി എന്നുള്ള പോയിന്റിലെത്തി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി AB? 40 meter. യെസ്, 40 മീറ്റർ ആയിരിക്കും. ഈ 30 എന്ന് കിട്ടുന്നത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈം 15 into 2 ആണ്. 40 എന്ന് കിട്ടുന്നത് 8 into 5 ആണ്. അപ്പോ ഓയിൽ തുടങ്ങിയ ആൾ എന്ത് ചെയ്തു? ബിയിലാണ് എത്തി നിൽക്കുന്നത്. നമ്മളോട് ആവറേജ് വെലോസിറ്റി ആണ് ക്വസ്റ്റ്യൻ. ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 30 ഇത് 40 ആണെങ്കിൽ വാട്ട് വിൽ ബി ഡിസ്പ്ലേസ്മെന്റ്? OB എത്രയായിരിക്കും?
യെസ് 50 മീറ്റർ ആയിരിക്കും. ഇത് 30, ഇത് 40 ആണെങ്കിൽ OB എത്രയായിരിക്കും? 50 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് 50. വാട്ട് ഈസ് ടോട്ടൽ ടൈം? വാട്ട് വിൽ ബി ടോട്ടൽ ടൈം? ആദ്യം അയാൾ 2 സെക്കൻഡ്, പിന്നെ അയാൾ 8 സെക്കൻഡ്, ടോട്ടൽ 10 സെക്കൻഡ്. Therefore answer is 5 meter per second. Very easy question. മനസ്സിലായോ? Is that clear? Yes, sir. ആർക്കെങ്കിലും എക്സ്പ്ലനേഷൻ വേണോ? ആർക്കെങ്കിലും ഇനി ഫർദർ എക്സ്പ്ലനേഷൻ വേണോ? ആരും ഉണ്ടെന്നില്ല. Speed അല്ലേ ചോദിച്ചേക്കുന്നത്? എങ്ങനെ? ആവറേജ് സ്പീഡ് അല്ലോ. ആവറേജ് സ്പീഡ് ആണോ ക്വസ്റ്റ്യൻ? Yes, sir. ഓക്കെ ഫൈൻ. അപ്പോൾ തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് ആവറേജ് വെലോസിറ്റി ആണ് 5. ആവറേജ് സ്പീഡ് ആണെങ്കിൽ നിങ്ങൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? Distance. അതെ, ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര കിട്ടുക? ഡിസ്റ്റൻസ് എത്ര കിട്ടുക? 70. 40 to 50. ആദ്യം അയാൾ പോയത് 30 ആണ്, പിന്നെ അയാൾ പോയത് 40 ആണ്. Therefore distance is 70. 30 plus 40 എന്ന് പറയുമ്പോൾ 70. ടൈം മാറ്റില്ല തന്നെ. Therefore സ്പീഡ് എന്ത് വരും? 70 by 7 meter per second. ആൻസർ 7 meter per second ആണ്. മാറ്റണേ. ഡിസ്പ്ലേസ്മെന്റ് ആണ് 5, സോറി വെലോസിറ്റി ആണ് 5, സ്പീഡ് 7 ആണ്. മായ്ക്കട്ടെ? Okay, sir. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസ്. പറഞ്ഞേ. ന്യൂമറിക്കൽ റേഷ്യോ ലെസ് ദാൻ 1 ആണോ? Equal to or less than 1. ഈക്വൽ ടു ഓർ ലെസ് ദാൻ 1. ലെസ് ദാൻ 1 അല്ല, ഈക്വൽ ടു ഓർ ലെസ് ദാൻ 1 ആണ്. ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റ്. അവർ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഓപ്ഷൻ തന്നെ ലെസ് ദാൻ 1 കൊടുക്കുന്നത്. കണ്ടാൽ നിങ്ങൾ വേഗം അത് കുത്തുമെന്ന് അവർക്ക് അറിയാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 പറയട്ടെ? Yes, sir. A particle moves in a straight line for 20 seconds with velocity 3 meter per second, then moves with velocity 4 meter per second for another 20, and finally moves with 5 meter per second for next 20. What is the average velocity of the particle? Particle average velocity എത്രയാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആരെങ്കിലും ഈക്വൽ ആയിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ? ടൈം. അതെ, ടൈം ഈക്വൽ ആണ്. ടൈം ഈക്വൽ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ടൈം ഈക്വൽ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? v1 plus v2 plus v3 അല്ലേ? v3 by 3 അല്ലേ? Yes, sir. ആൻസർ 20 പ്ലസ് 20 അല്ലല്ലോ. ആൻസർ 3 plus 4 plus 5 divided by 3. 3 plus 4 7, 7 plus 5 12, 12 by 3 4. Therefore the answer is 4 meter per second. Clear? Yes, sir. Okay. Ini next. An object travels 10 km at a speed of 100 meter per second and another 10 km at 50 meter per second. Average speed for the whole distance. ഇവിടെ ആരെങ്കിലും ഈക്വൽ ആയിട്ട് കാണുന്നുണ്ടോ? ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. 2 പേരല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം? 2v1 v2 by v1 plus v2 അല്ലേ? അപ്പൊ 2 into 100 into 50 divided by 100 plus 50 എന്ന് പറയുമ്പോൾ 150 ആണ്. 0 ഇത് 3. ആൻസർ ഈസ് 200 by 3. 200 by 3 എന്ന് പറയുമ്പോൾ 66.7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ആൻസർ ഈസ് 3, 66.7. ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? Yes, sir. Okay. ഇനി an object traverses half the distance with velocity v0. ഹാഫ് ദ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? v0 ലാണ് അയാൾ പോയത്.
ഹാഫ് ദ ഡിസ്റ്റൻസ് അയാൾ v0 പോയത്. The remaining part of the distance with velocity v1 for half time and velocity v2 for rest half. Average velocity for the object for the whole journey. നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ പോലെയാണ് അല്ലേ? ഹാഫ് ദ ഡിസ്റ്റൻസ്, ഇത് എ, ഇത് ബി, ഇത് സി. ഹാഫ് ദ ഡിസ്റ്റൻസിൽ അയാൾ എന്ത് ചെയ്തു? v0 പോയി. രണ്ടാമത്തെ ഹാഫ് അയാൾ വീണ്ടും ഡിവൈഡ് ചെയ്തു, ടൈമിനാണ് ഡിവൈഡ് ചെയ്തത്. ഇത് v1 v2. ക്ലിയർ ആണോ? എന്നിട്ട് നിങ്ങളോട് ചോദിച്ചത് ടോട്ടലിന്റെ ആവറേജ് വെലോസിറ്റി ആണ്. നമ്മൾ എങ്ങനെയാണ് നേരത്തെ ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തത്? സെക്കൻഡ് ഹാഫിന്റെ ആവറേജ് വെലോസിറ്റി ആദ്യം കണ്ടുപിടിച്ചിട്ടല്ലേ? അതെ. സെക്കൻഡ് ഹാഫിന്റെ ആവറേജ് വെലോസിറ്റി നിങ്ങൾക്ക് എന്താ കിട്ടുക? ടൈം ആണ് ഈക്വൽ v1 + v2/2 എന്നല്ലേ കിട്ടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ആയിട്ട് മാറ്റാം. ഇത് എ, ഇത് ബി, ഇവിടെ സി. ആദ്യത്തെ ഹാഫിൽ v0, സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? v1 + v2/2 എന്ന് കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി v bar is equal to നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ 2v1 v2/v1 + v2 എന്നാണ്. അതിൽ v1 പകരം നിങ്ങൾ കൊടുക്കേണ്ടത് v0 ആണ്. v2 പകരം നിങ്ങൾ കൊടുക്കേണ്ടത് എന്താ? v1 + v2/2 ആണ് കൊടുക്കേണ്ടത്. Is that clear? Yes, sir. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2v0 × v1 + v2/2 divided by v0 + v1 + v2/2 എന്നാണ് വരിക. ഈ 2 നിങ്ങൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ബാക്കി മുകളിൽ എന്താ വരിക? v0 × v1 + v2 എന്നാണ് വരിക. താഴെ നിങ്ങൾ ഫ്രാക്ഷൻ കാണുന്നുണ്ട്. ഈ ഫ്രാക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പൊ എന്താ വരിക? അപ്പൊ എന്താ വരിക? 2v0 + v1 + v2 whole divided by 2 അല്ലേ? ഈ 2 തിരിഞ്ഞ് എവിടെ വരും? മുകളിൽ വരും. therefore v bar is equal എന്താ വരിക? 2v0 × v1 + v2 divided by 2v0 + v1 + v2 എന്ന് വരും. ഇതാണ് ഫൈനൽ ആൻസർ. Is that clear? ക്ലിയർ ആണോ? Yes sir. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. 2v0 × v1 + v2 2v0 × v1 + v2 divided by v1 + v2 + 2v0. ഓപ്ഷൻ നമ്പർ 3 അല്ലേ? അതെ. ഓക്കേ. ചെയ്തത് മനസ്സിലായല്ലോ അല്ലേ? Yes sir. ഓക്കേ. നെക്സ്റ്റ് പറയട്ടെ. Yes sir. Okay sir. Question number 22. Average velocity is path length divided by time interval. Average velocity എന്ന് പറഞ്ഞാൽ path length divided by time interval ആണ്. Select the incorrect statement from the following. Incorrect statement സെലക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി എന്താണ്? കറക്റ്റ് ആണ്. In general, average speed is greater than the magnitude of average velocity. Average speed എന്ന് പറഞ്ഞത് ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനേക്കാളും കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? Yes sir. In general, okay. A particle moving in a given direction with a non-zero velocity can have zero speed. ഒരു പാർട്ടിക്കിൾ നോൺ സീറോ വെലോസിറ്റി ഉണ്ടാകാൻ പറ്റും, പക്ഷെ സ്പീഡ് സീറോ ആവും എന്നാണ് പറഞ്ഞത്. ശരിയാണോ? No sir. തെറ്റാണ്. No sir. നാലാമത്തെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ഈസ് ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ് ആവറേജ് സ്പീഡ് എന്ന് വിളിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. No. അതും തെറ്റാണ്. കാരണം നോക്കി, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ ആണോ?
ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇന്റർവൽ. അതെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇന്റർവൽ ആണ്. പാത്ത് ലെങ്ത് ഡിവൈഡ് ബൈ ടൈം ഇന്റർവൽ ആരാണ് ആക്ച്വലി? ആവറേജ് സ്പീഡ്. അതെ, ആവറേജ് സ്പീഡ് ആണ്. ഇത് തെറ്റാണ്. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ് റോങ് സ്റ്റേറ്റ്മെന്റ്? S1, S3 and S4. ക്ലിയർ ആണോ? Sir. അടുത്തത്, if x denotes displacement in time t and x is equal to a cos t, then acceleration is, നോക്കിക്കേ, x is equal to a cos t എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആക്സിലറേഷൻ ആണ് ക്വസ്റ്റ്യൻ. ഈ എക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാമെന്നറിയോ? വെലോസിറ്റി കാണാം. v is equal to എന്താ, എങ്ങനെ നമ്മൾ കാണാം? v is equal to എങ്ങനെ നമ്മൾ കാണാം? dx by dt. ഓർമ്മയില്ലേ? എടാ, ഓർമ്മയുണ്ടോ? Yes, sir. ഓക്കെ. അപ്പൊ x is equal to a cos t ആണെങ്കിൽ v is equal to dx by dt, or that is equal to d by dt of x എന്ന് പറയുമ്പോൾ എന്താ? a cos t ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഇനി a കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവിന്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് വന്നാൽ എന്ത് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്? ഡെറിവേറ്റീവിന്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? ആരും മിണ്ടുന്നില്ലല്ലോ. എടാ, ഡെറിവേറ്റീവിന്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് വന്നാൽ എന്ത് ചെയ്യണം? ഓർമ്മയുണ്ടോ? പുറത്തേക്ക് എടുക്കണം. അതെ, പിടിച്ച് പുറത്തേക്ക് ഇടണം. അപ്പോ ഇതിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ നമുക്ക് എന്താ കിട്ടുക? a ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി. ഈ ഡി ബൈ ഡി ടി ഓഫ് കോസും സൈനും ഞാൻ പറഞ്ഞു തന്നിരുന്നോ? നിങ്ങൾ നോട്ടിൽ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. ഡി ബൈ ഡി Yes, ടി sir. ഓഫ് കോസ്, ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്താ? ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്താ? ഞാൻ നിങ്ങളോട് കോസ് എക്സ് എന്നാണ് പറഞ്ഞത്. അത് എക്സ് മാറ്റി ടി ആക്കിയാൽ മതി. Sine. സൈൻ അല്ല, മൈനസ് സൈൻ ആണ്. നോട്ടിൽ നോക്കിയാൽ മതി. ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ആണ്. അപ്പോ ഇതിന് ആൻസർ എന്താ വരിക? v is equal to മൈനസ് എ സൈൻ ടി എന്ന് വരും. ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ആണ്. therefore v is equal to എന്ത് വരും? മൈനസ് എ സൈൻ ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ഇനി നിങ്ങളോട് v അല്ല ക്വസ്റ്റ്യൻ, നിങ്ങളോട് a ആണ് ക്വസ്റ്റ്യൻ. v കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ a കിട്ടുക? v കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ a കിട്ടുക പറഞ്ഞേ? എടാ, dv by dt അല്ലേ? v എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതാണ് dx by dt. a എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, അതാണ് dv by dt. ശ്രദ്ധിക്കുക, ഇവിടെ ഓൾറെഡി ഒരു a ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ ക്യാപിറ്റൽ a എന്ന് വിളിക്കാൻ പോണേ. കാരണം ആ കോൺസ്റ്റന്റ് അവർ a എന്നാണ് എഴുതിയത്. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്തു ഇതിന് ക്യാപിറ്റൽ a എന്ന് എഴുതാൻ പോണേ. നമ്മുടെ ആക്സലറേഷൻ that is equal to a is equal to d by dt of v എന്ന് പറഞ്ഞാൽ മൈനസ് എ സൈൻ ടി ആണ്. മൈനസ് എ സൈൻ ടി ആണ്. മൈനസ് എ കോൺസ്റ്റന്റ് ആണ്, കുറച്ച് പുറത്തേക്ക് ഇടാം. അപ്പൊ മൈനസ് എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി. ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്താന്ന് പറഞ്ഞേ? ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്താ? ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്താ? Cos t. cos t. therefore acceleration is equal to minus a cos t എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ. minus a cos t. Option number 2. Is this clear? Is this clear? Yes, sir. Yes, sir. Okay. ഇനി വായിക്കട്ടെ. വായിക്കട്ടെ. Okay, sir.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The velocity time relation of an electron starting from rest is given by U is equal to KT, where K equal to 2 meter per second square. Distance traversed in 3 seconds. Distance traversed in 3 seconds. ശ്രദ്ധിക്കാം. നിങ്ങളിപ്പോ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കൈനമാറ്റിക് ഇക്വേഷൻസ് S is equal to UT plus half AT square, V is equal to U plus AT, S is equal to UT plus half AT square. ആ 3 ഇക്വേഷനും അപ്ലൈ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ അല്ല. ആ 3 ഇക്വേഷനും അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ ആക്സിലറേഷൻ ഓഫ് ദി ബോഡി കോൺസ്റ്റന്റ് ആയിരിക്കണം. ബോഡിയുടെ ആക്സിലറേഷൻ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ആക്സിലറേഷൻ ഷുഡ് ബി കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് സർ. അപ്പൊ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ 3 ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാം. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ 3 ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എപ്പോഴൊക്കെയാണ് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവുക എന്നറിയോ? എപ്പോഴൊക്കെയാണ് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവുക എന്നറിയോ? നിങ്ങൾ നോക്കിക്കേ, ആ 3 ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു എന്താ? U പ്ലസ് AT ആണ്. S ഈസ് ഈക്വൽ ടു എന്താ? UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ്. V സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? U സ്ക്വയർ പ്ലസ് 2AS ആണ്. ഇതാണല്ലോ നമ്മുടെ 3 ഇക്വേഷൻ. ഇവിടെ നോക്കിക്കേ, വിയും ടിയും തമ്മിലുള്ള റിലേഷൻ. വിയും ടിയും തമ്മിലുള്ള റിലേഷൻ. വിയുടെ പവർ 1 ആണ്, ടിയുടെ പവർ എന്താണ്? 1 ആണ്. അല്ലേ? അല്ലേ? ലെഫ്റ്റിനും റൈറ്റിനുള്ള വെലോസിറ്റിന്റെയും ടൈമിന്റെയും പവർ നോക്കുക. അങ്ങനെയാണെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു ടി എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആക്സിലറേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആൻഡ് യു ക്യാൻ അപ്ലൈ ദീസ് ഇക്വേഷൻസ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇസ് ദാറ്റ് ക്ലിയർ? യെസ് സർ. ഇനി രണ്ടാമത്തത് എസും ടിയും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കേ. എസിന്റെ പവർ 1 ആണ്, ടിയുടെ ഹയസ്റ്റ് പവർ 2 ആണ്. അപ്പോ എസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടി സ്ക്വയർ ആണ്. എസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഈ 3 ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതേപോലെ വിയും എസും തമ്മിലുള്ള റിലേഷൻ. വിയുടെ പവർ 2 ആണ്, എസിന്റെ പവർ 1 ആണ്. അപ്പൊ വി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എസ് എന്ന് എഴുതാം. വി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എസ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഈ 3 ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഈ 3-ൽ ഏതെങ്കിലും ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ദീസ് ഇക്വേഷൻസ്. നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ? യെസ് സർ. അപ്പൊ നോക്കുക, ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ അവര് നേരിട്ട് ചിലപ്പോൾ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെന്ന് പറയൂല. അവർ ഈ 3 ഇക്വേഷനിൽ ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് പറയും. വി പ്രൊപ്പോർഷണൽ ടി എന്നോ, എസ് പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ എന്നോ, വി സ്ക്വയർ പ്രൊപ്പോർഷണൽ എസ് എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. യു ക്യാൻ യൂസ് ദീസ് ഇക്വേഷൻസ്. ഇസ് ദാറ്റ് ക്ലിയർ? യെസ് സർ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇവർ ഈ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ പറയുന്നുണ്ടോ? അവരെന്താ പറയുന്നത്? ബോഡിയുടെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. കാരണം വെലോസിറ്റി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. ആൻഡ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അവരെന്താ പറയുന്നത്? U ഈസ് ഈക്വൽ ടു KT എന്നല്ലേ പറയുന്നത്? അല്ലേ? യെസ് സർ. ആൻഡ് K ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്ന് പറഞ്ഞാൽ K കോൺസ്റ്റന്റ് ആണ്. K കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? U പ്രൊപ്പോർഷണൽ ടു ടി എന്നല്ലേ? അല്ലെങ്കിൽ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടൈം എന്നല്ലേ? അതെ. വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ടൈം ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ആ 3 ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ഇൻ 3 സെക്കൻഡ്സ് ആണ് ചോദിച്ചത്. ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ഇൻ 3 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് S is equal to UT plus half AT square എന്ന് അപ്ലൈ ചെയ്തൂടെ? യുവിന്റെ വാല്യൂ 0 ആണെന്ന് അവർ പറയുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഹാഫ് ഇൻറ്റു ഇവിടെ എയുടെ വാല്യൂ എത്രയാ? എയുടെ വാല്യൂ എത്രയാ? എയുടെ വാല്യൂ എത്രയാ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ?
ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? എടാ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്. എയുടെ വാല്യൂ 2 ആണ്. ഇവർ ഈ കെ എന്ന് പറഞ്ഞത് ബേസിക്കലി എന്താണ്? A. തന്നെയാണ്. ഈ യു, അതെ, ഈ യു ഈസ് ഈക്വൽ ടു കെ ടി എന്നുള്ള ഇക്വേഷൻ ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അത് ആക്ച്വലി വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ആണത്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ആണത്. അവർ പറയുന്നുണ്ട് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യു പിന്നെ ഇക്വേഷൻ ഉണ്ടാവില്ല. വി ഈക്വൽ ടു എന്തേ ഉണ്ടാവുള്ളൂ? എ ടി എന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ എക്ക് പകരമാണ് അവർ കെ എന്ന് കൊടുത്തത്. അപ്പൊ ഈ ഇക്വേഷൻ ആക്ച്വലി എന്താണ്? വി ഈസ് ഈക്വൽ ടു കെ ടി എന്നായിട്ട് മാറും. ഇനി വിക്ക് പകരം അവർ കൊടുത്തത് എന്താണ്? യു ആണ്. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? യു ഈസ് ഈക്വൽ ടു കെ ടി എന്നായിട്ട് മാറും. മനസ്സിലായോ? Yes, sir. മനസ്സിലായി. അപ്പോ കെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ആക്സിലറേഷൻ ആണ്. അല്ലെങ്കിൽ യൂണിറ്റ് നോക്കിയാൽ മതി. നിങ്ങൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നല്ലേ പറഞ്ഞത്? അല്ലേ? അതെ സർ. അപ്പോ എക്ക് പകരം നിങ്ങൾക്ക് 2 കൊടുക്കാം. ടൈം എത്ര ടൈമിലുള്ളതാ കണ്ടുപിടിക്കേണ്ടത്? 3 സെക്കൻഡ്. അപ്പോ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. അപ്പൊ 1/2 × 2 × 9. 2 ക്യാൻസൽ ചെയ്തപോലെ ആൻസർ 9 മീറ്റർ എന്ന് വരും. Sir, clear? Yes, sir. Okay. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? Yes, sir. വായിക്കാൻ പോണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The position x of a particle which varies with time t as x is equal to a t square minus b t cube. X is equal to a t square minus b t cube. The acceleration at a time t of the particle will be 0 when t is equal to. എന്താണ് അവരുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് മനസ്സിലായോ? Acceleration at a time t of the particle will be 0 when t is equal to. ആക്സിലറേഷൻ 0 ആവും എപ്പോ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴാണ് ബോഡിയുടെ ആക്സിലറേഷൻ 0 ആവുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? Is that clear? Yes, sir. എടാ നോക്കിക്കേ. നിങ്ങൾക്ക് എക്സ് ആണ് തന്നത്. എക്സിൽ നിന്ന് എങ്ങനെയാണ് എ കിട്ടുക? ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. എക്സിൽ നിന്ന് എങ്ങനെയാണ് എ കിട്ടുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെ കിട്ടും? എടാ ശ്രദ്ധിക്ക്, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആരും മിണ്ടുന്നില്ലല്ലോ. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി കിട്ടും. അപ്പൊ വി ഈസ് ഈക്വൽ എന്ത് എഴുതാം? dx/dt. അപ്പൊ എക്സിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഒരു പുതിയ ഇക്വേഷൻ ആണ് കിട്ടുക. അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എക്സിന്റെ ഇക്വേഷൻ തന്നിട്ട് ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും, വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കിട്ടും. മനസ്സിലായോ? Yes, sir. ഓക്കെ. അപ്പൊ v ഈസ് ഈക്വൽ ടു d/dt ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? a t സ്ക്വയർ മൈനസ് b t ക്യൂബ് ആണ്. അല്ലേ? അതെ. ഓക്കെ. എയും ബി ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോ എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എനെ പിടിച്ച് പുറത്തേക്ക് ഇടാം. അപ്പൊ എനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. ബാക്കി ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ വരിക? ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് എന്താ വരിക? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്താണ് ഡെറിവേറ്റീവിന്റെ ഒക്കെ. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നിങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2t. അതെ, 2t ആണ്. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 2t ആണ് വരിക. മൈനസ്
ബി കോൺസ്റ്റന്റ് ആണ്, പിടിച്ച് പുറത്തേക്ക് ഇടുക. ബാക്കി ടി ക്യൂബിന് ഡെറിവേറ്റീവ് എന്താ വരിക? ടി ക്യൂബിന് ഡെറിവേറ്റീവ് 3t square. 3t². അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ വി ഈസ് ഈക്വൽ ടു 2at മൈനസ് 3bt² എന്നാണ് കിട്ടുക. മനസ്സിലായോ? Yes, sir. ഓക്കെ. ഇനി ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. നമുക്ക് വെലോസിറ്റി അല്ല വേണ്ടത്, നമുക്ക് ആക്സലറേഷൻ ആണ് വേണ്ടത്. അപ്പൊ a ഈക്വൽ എന്ത് എഴുതാം? dv ബൈ dt. ദാറ്റ് ഈസ് ഈക്വൽ ടു d ബൈ dt ഓഫ് v എന്ന് പറഞ്ഞാൽ എന്താ? 2at മൈനസ് 3bt² എന്നാണ് കിട്ടുക. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Yes, sir. ഓക്കെ. അതിൽ 2a രണ്ട് കോൺസ്റ്റന്റ് ആണ്, പിടിച്ച് പുറത്തേക്ക് ഇടുക. 2a പിടിച്ച് പുറത്തേക്ക് ഇടുക. ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ ടി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ടിയുടെ ഡെറിവേറ്റീവ് എന്താ? ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. മൈനസ് 3b രണ്ടും പിടിച്ച് പുറത്തേക്ക് ഇടുക. ബാക്കി t² ഡെറിവേറ്റീവ് ഞാൻ മുകളിൽ പറഞ്ഞു 2t. അപ്പൊ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 2a മൈനസ് 6bt എന്നാണ് വരിക. അപ്പൊ ഇതാണ് ആരുടെ ഇക്വേഷൻ? ആക്സലറേഷന്റെ ഇക്വേഷൻ. ക്ലിയർ ആണോ? Yes, sir. Yes, sir. നിങ്ങളോട് പറഞ്ഞത് ഈ ആക്സലറേഷൻ എപ്പോഴാണ് 0 ആവുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആക്സലറേഷൻ എപ്പോഴാണ് 0 ആവുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആക്സലറേഷൻ എപ്പോഴാണ് 0 ആവുക എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എയുടെ വാല്യൂ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? 0 കൊടുക്കുക. അപ്പോ if a is equal to 0, എക്ക് നിങ്ങൾ 0 കൊടുത്താൽ എന്താ കിട്ടുക? 0 is equal to 2a മൈനസ് 6bt എന്നാണ് വരിക. ഈ മൈനസ് 6bt ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പൊ എന്ത് വരും? പ്ലസ് 6bt is equal to 2a. ഇവിടെ 3 വരും. t is equal to എന്ത് വരും? a by 3b. 3b. ഇതാണ് ആൻസർ വരിക. ചെയ്ത് മനസ്സിലായോ? Yes, sir. മനസ്സിലായി. ഓക്കെ. a by 3b എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞാ പറയണേ. എഴുതി കഴിഞ്ഞോ? Yes, sir. കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കുക. A particle moves along a straight line such that its displacement at any time t is given by s is equal to t cube minus 6t² plus 3t plus 4. The velocity when acceleration is 0. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് തന്നത്. വെലോസിറ്റി വെൻ ആക്സലറേഷൻ 0 എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ 0 ആകുമ്പോൾ ഉള്ള വെലോസിറ്റി കാണാനാണ് ക്വസ്റ്റ്യൻ. ആക്സലറേഷൻ 0 ആകുമ്പോൾ ഉള്ള വെലോസിറ്റി കാണാനാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ ഒക്കെ ബേസിക്കലി ഒരേ സാധനം തന്നെ കേട്ടോ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ നിന്ന് നമ്മോട് പറഞ്ഞത് ആക്സലറേഷൻ 0 ആവുമ്പോഴുള്ള വെലോസിറ്റി കാണാനാണ്. അപ്പൊ നിങ്ങൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ആക്സലറേഷൻ 0 ആവുന്നത് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കണ്ടേ? Yes, sir. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സലറേഷന്റെ ഇക്വേഷൻ വേണം. എങ്കിലേ നമുക്ക് ആക്സലറേഷൻ 0 ആവുന്നത് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ ആക്സലറേഷന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക? ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ നിന്ന് ആക്സലറേഷന്റെ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കും?
ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശ്രദ്ധിക്കുന്നുണ്ടോ? Yes, sir. Yes, sir. ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഡി വി ഈക്വൽ ഡി എസ് ബൈ ഡി ടി. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് മൈനസ് 6t സ്ക്വയർ പ്ലസ് 3t പ്ലസ് 4. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? പറഞ്ഞേ. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? 3t square. Yes, 3t സ്ക്വയർ മൈനസ് 12 plus 12t പ്ലസ് 3 അല്ലേ? അത് മനസ്സിലായോ? Yes, sir. Yes, sir. ഓക്കെ. അപ്പൊ ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. നമുക്ക് വേണ്ടത് വെലോസിറ്റി ആണ് വേണ്ടത്. എപ്പോൾ ഉള്ള വെലോസിറ്റി? ആക്സിലറേഷൻ 0 ആകുമ്പോൾ ഉള്ള വെലോസിറ്റി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എപ്പോഴാണ് ആക്സിലറേഷൻ 0 ആവുന്നത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആക്സിലറേഷൻ ഇക്വേഷൻ ചെയ്താൽ a is equal to dv by dt. That is equal to d by dt of v എന്ന് പറഞ്ഞാൽ എന്താ? 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 3. 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 3. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക എന്ന് പറഞ്ഞേ? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? പറഞ്ഞേ ഡിഫറൻഷിയേറ്റ് എന്ത് കിട്ടും? 60 മൈനസ് 12 അല്ലേ? Yes, sir. ഓക്കെ. Yes, sir. ഇനി നമുക്ക് ആക്സിലറേഷൻ 0 ആവുന്നത് എപ്പോഴാണ് കണ്ടുപിടിക്കണം? ഇഫ് a is equal to 0. ആക്സിലറേഷൻ 0 ആവുന്നത് എപ്പോഴാണ് കണ്ടുപിടിക്കണമെങ്കിൽ എക്ക് 0 കൊടുക്കുക. അപ്പോൾ 0 is equal to 60 മൈനസ് 12. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ടിയുടെ വാല്യൂ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. കാരണം ടിക്ക് 2 കൊടുക്കുമ്പോഴാണ് എ 0 കിട്ടുക. അപ്പൊ ടി 2 ആവുമ്പോഴാണ് എ എന്താവുന്നത്? 0 ആവുന്നത്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സമയത്തുള്ള വെലോസിറ്റി ആണ് അല്ലേ? Yes, sir. അപ്പൊ വെലോസിറ്റിയുടെ ഇക്വേഷൻ ചെയ്താ v is equal to 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 3. എന്നിട്ട് ഇതിൽ ടിക്ക് എന്ത് കൊടുക്കണം? 2 കൊടുക്കുക. അപ്പൊ v is equal to 3 into 2 സ്ക്വയർ 4 minus 12 into 2 plus 3. That is equal to 12 minus 24 plus 3. 12 plus 3 15. 15 minus 24 minus 9. അല്ലേ? Yes, sir. ഓപ്ഷൻ ഇല്ലേ? യെസ്. എഴുതി കഴിയാത്തൊരു എഴുതാം. ചെയ്ത മനസ്സിലായല്ലോ അല്ലേ? Yes, sir. മനസ്സിലായി. ഓക്കെ. എഴുതി കഴിഞ്ഞാൽ പറയണേ. കഴിഞ്ഞോ? Yes, sir. കഴിഞ്ഞു. നെക്സ്റ്റ്. The displacement of the particle starting from rest is given by s is equal to 60 square minus t cube. Time when the particle will attain 0 velocity. Velocity 0 ആവുന്ന ടൈം കാണാനാണ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ചെയ്യൂലേ? Yes, sir. എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതെ, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്താൽ മതി. ആൻസർ എത്രയാണ്
ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ടൈം according to the equation v is equal to 20 plus 0.1 t square. The body has uniform acceleration, retardation, non-uniform acceleration, zero acceleration. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ തന്നെയാണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആവാനുള്ള കണ്ടീഷൻ ഞാൻ എന്താന്നാ പറഞ്ഞേ? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താന്നാ പറഞ്ഞേ? എടാ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഞാൻ അർത്ഥം എഴുതി. വി പ്രൊപ്പോർഷണൽ എന്തായിരിക്കണം? ടി ആയിരിക്കണം. ഇവിടെ വി പ്രൊപ്പോർഷണൽ എന്താ? എടാ വിയും ടിയും തമ്മിലുള്ള റിലേഷൻ ഇവിടെ എന്താ? ഇവിടെ ടി സ്ക്വയർ അല്ലേ മക്കളെ? അല്ലേ? ഇവിടെ വി പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ആക്സിലറേഷൻ നോട്ട് കോൺസ്റ്റന്റ്. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ നോൺ യൂണിഫോം ആക്സിലറേഷൻ. ആൻസർ 3. വെരി ഈസി ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഓക്കെ. 29. The displacement of a particle is given by y is equal to a plus bt plus ct square plus dt raised to 4. The initial velocity and acceleration are respectively. ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റണേ. ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഇനീഷ്യൽ ആക്സിലറേഷൻ ആക്കണം. ക്വസ്റ്റ്യന് ചെറിയൊരു മാറ്റം വരുത്താം. ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഇനീഷ്യൽ ആക്സിലറേഷൻ ആക്കി മാറ്റാം. നോക്കേ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് എന്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നത്? എന്തിന്റെ ഇക്വേഷൻ തന്നത്? ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനല്ലേ തന്നത്? അല്ലേ? ഓക്കെ. നിങ്ങളോട് പറഞ്ഞത് ഇനീഷ്യൽ വെലോസിറ്റിയും ഇനീഷ്യൽ ആക്സിലറേഷൻ കാണാനാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. v is equal to dy by dt. കാരണം ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി കിട്ടുക. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് y ആണ്, അതുകൊണ്ടാണ് dy by dt എന്നാ എഴുത്. ക്ലിയർ ആണോ? തന്ന ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക എന്ന് പറഞ്ഞേ? തന്ന ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? പറഞ്ഞേ. b plus 2ct plus 4dt ക്യൂബ് എന്നാണ് കിട്ടുക. കാരണം a കോൺസ്റ്റന്റ് ആണ്, അത് പോയി. b കോൺസ്റ്റന്റ് ആണ്, പിടിച്ച് പുറത്തേക്ക് കിട്ടു. ബാക്കി t മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ dt by dt 1 ആണ് വരിക. അപ്പൊ b into 1 ഞാൻ b എന്ന് എഴുതി. ബാക്കി c t സ്ക്വയർ ആണ്, c പിടിച്ച് പുറത്തേക്ക് കിട്ടു. ബാക്കി t സ്ക്വയറിന്റെ 2t, അതാണ് 2ct എന്നായത്. ബാക്കി 4dt ക്യൂബ്. ഇത് മനസ്സിലായോ? വെലോസിറ്റി ഇക്വേഷൻ മനസ്സിലായോ? ഓക്കെ. ഇനി നിങ്ങളോട് ഇനീഷ്യൽ വെലോസിറ്റി കാണാനാണ് പറഞ്ഞത്. എങ്ങനെ നിങ്ങൾ ഇനീഷ്യൽ വെലോസിറ്റി കാണുക? ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ടൈമിന് നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? ഇനീഷ്യൽ മീൻസ് ടൈം ഈസ് ഈക്വൽ ടു 0. ടൈമിന് നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? v ഈസ് ഈക്വൽ ടു 2c into 0 plus 4d into 0 ഒക്കെ പോയി. ആൻസർ എന്ത് കിട്ടും? v is equal to b. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? b. ഇനി ആക്സിലറേഷൻ കാണണം. a is equal to dv by dt. നോക്കിക്കേ, ഇതാണ് വെലോസിറ്റി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക എന്ന് പറഞ്ഞേ? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? 2c മൈനസോ പ്ലസ് 2c പ്ലസ് 12dt square. Yes, very good. a is equal to 2c plus 12dt square. ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ t ക്ക് 0 കൊടുക്കുക. അപ്പൊ a is equal to എന്ത് വരും? 2c എന്ന് വരും. 2c. ആൻസർ b, 2c അല്ലേ? Yes sir. പെട്ടെന്ന് എഴുതൂ. എഴുതി കഴിഞ്ഞാൽ പറയണേ.
എഴുതി കഴിഞ്ഞാൽ പറയണേ. കഴിഞ്ഞു സർ. ഓക്കെ. Next, initial velocity of a particle is u and the acceleration is given by f is equal to at. Which of the following relation is valid? Which of the following relation is valid? Okay. Initial velocity. നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടോ? No, sir. ശ്രദ്ധിക്കും. ഈ ഡിഫറൻസിയേഷന് നേരെ ഓപ്പോസിറ്റ് സംഭവമാണ് ഇന്റഗ്രേഷൻ. പ്ലസ് ടു മാത്തമാറ്റിക്സിൽ പഠിക്കാനുള്ള സാധനമാണ്. ഡിഫറൻസിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് ആര്? ഇന്റഗ്രേഷൻ. ശ്രദ്ധിക്കാം. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഡിസ്പ്ലേസ്മെന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വെലോസിറ്റിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞേ. ഡിസ്പ്ലേസ്മെന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വെലോസിറ്റിയിലേക്ക് എത്തുക? എങ്ങനെ എത്തും? അതെ, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ? Yes, sir. വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷനിലേക്ക് എത്തുക? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആക്സിലറേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വെലോസിറ്റിയിലേക്ക് എത്താന്ന് അറിയോ? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ആക്സിലറേഷൻ തന്നിട്ട് വെലോസിറ്റിയിലേക്ക് എത്താൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ വെലോസിറ്റി തന്ന് ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്താൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ക്ലിയർ? Yes, sir. ഓക്കെ. ഇന്റഗ്രേഷൻ നമ്മളിതാ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഒരു വള്ളി ഇങ്ങനെ ഇടും. ഈ വള്ളിയുടെ മീനിങ് ഇന്റഗ്രൽ എന്നാണ്. മനസ്സിലായോ? Yes, sir. ഇനി ശ്രദ്ധിക്കുക. നമ്മൾ എഴുതാറുണ്ട് v ഈസ് ഈക്വൽ ടു എന്തെഴുതാം? dx by dt എന്ന് എഴുതാം, അല്ലെങ്കിൽ ds by dt എന്ന് എഴുതാം. v ഈസ് ഈക്വൽ ടു ds by dt എന്ന് എഴുതാം. ഇനി നോക്കിക്കേ, ds ഈസ് ഈക്വൽ ടു എന്തെഴുതാന്ന് അറിയോ? v dt എന്ന് എഴുതി കൂടെ? ds ഈസ് ഈക്വൽ ടു v dt. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് സ്ഥലത്ത് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ രണ്ട് സ്ഥലത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ds ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ v dt ഇങ്ങനെയല്ലേ കിട്ടുക? Yes, sir. ഇനി നിങ്ങൾ ഞാൻ ഇന്റഗ്രേഷൻ കുറച്ച് ഫോർമുല പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമുല. ഇന്റഗ്രൽ x റേസ് ടു n dx. ഈ dxന്റെ മീനിങ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ അറിയണ്ട. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും ഇന്റഗ്രൽ x സ്ക്വയർ എന്ന് മാത്രം എഴുതാറില്ല. നമ്മൾ എപ്പോഴും ഇന്റഗ്രൽ x സ്ക്വയർ dx ആണ് എഴുതുക. അതുപോലെ ഇന്റഗ്രൽ y ക്യൂബ് എന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ എന്ത് എഴുതണം? ഇന്റഗ്രൽ y ക്യൂബ് dy എന്ന് എഴുതണം. മനസ്സിലായല്ലോ? എന്തിനാണ് അങ്ങനെ എഴുതുന്നതെന്നൊക്കെ നിങ്ങൾ പ്ലസ് ടു മാത്സിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഫോർമുല മാത്രം പഠിച്ചിരുന്നാൽ മതി. ഇന്റഗ്രൽ x റേസ് ടു n dx ന്റെ ഫോർമുല എന്താ വരിക എന്നറിയോ? x റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണ് വരിക. ഇന്റഗ്രൽ x റേസ് ടു n dx എന്താ വരിക? x റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ x dx എന്താ വരിക എന്നറിയോ? ഇന്റഗ്രൽ x dx എന്താ വരിക എന്നറിയോ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് ഇടണം. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ഇടണം. ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന അത്ര സുഖം ഉണ്ടാവില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് ഇടണം. ആ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് ഇടാതെ നമുക്ക് ആക്ച്വലി ഇന്റഗ്രേഷൻ ചെയ്യാം. അത് വേറൊരു മെത്തേഡിലാണ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ആ മെത്തേഡ് പഠിക്കേണ്ട, ഇത് മാത്രം നിങ്ങൾ പഠിക്കാം. ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ കോൺസ്റ്റന്റ് ഇടുക, സി എന്നിട്ടാൽ മതി. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ നോക്കിക്കേ, ഇന്റഗ്രൽ എക്സ് ഡി എക്സ്, ഇതേ ഫോർമുല യൂസ് ചെയ്ത് ഇന്റഗ്രൽ എക്സ് ഡി എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇതേ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രൽ എക്സ് ഡി എക്സിന്റെ വാല്യൂ അപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എന്താ? എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എന്താ? 1 അല്ലേ? എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരിക? ആൻസർ എന്താ വരിക? എക്സ് റൈസ് ടു 1 + 1 ബൈ 1 + 1 അല്ലേ വരിക? പ്ലസ് സി എന്ന് പറയുമ്പോൾ ആൻസർ x² ബൈ 2 + c. ക്ലിയർ ആണോ? Yes, sir. അപ്പോ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടുക? x² ബൈ 2 + c ആണ് ചെയ്യാം. ഇത് നമുക്ക് വേറെ രീതിയിൽ പറയാം. ഈ x² ബൈ 2 + c നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, x² ബൈ 2 + c നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാന്ന് അറിയോ? x ആണ് കിട്ടുക. അതാണ് എന്റെ മീനിങ്. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ x² ബൈ 2 + c ആണ് കിട്ടുക. x² ബൈ 2 + c നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അപ്പൊ എന്ത് കിട്ടും? x കിട്ടും. ആണ് ഞാൻ പറഞ്ഞത്. ഡിഫറൻഷിയേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. ഇന്റഗ്രൽ എക്സ് റൈസ് ടു 7 dx അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ എക്സ് റൈസ് ടു 7 dx എന്താ വരിക? ഇന്റഗ്രൽ എക്സ് റൈസ് ടു 7 dx X raised to 8 by 8 plus c. അവിടെ പവറിൽ എന്താണോ അതൊന്ന് കൂട്ടി എഴുതാം. അപ്പൊ എക്സ് റൈസ് ടു 7 ആണെങ്കിൽ എക്സ് റൈസ് ടു 8 വരും. അതേ സാധനം തന്നെ ഡിനോമിനേറ്ററിൽ എഴുതാം. x² ബൈ 8 ബൈ 8 പ്ലസ് c. ക്ലിയർ ആണോ? Yes, sir. യെസ് സർ. ഇന്റഗ്രൽ എക്സ് റൈസ് ടു -5 dx എന്താ വരിക? ഇന്റഗ്രൽ എക്സ് റൈസ് ടു -5 dx എന്താ വരിക? പവറിൽ -5 ആണ്. അപ്പൊ ഒന്ന് കൂട്ടി എഴുതാം. -5 ഒന്ന് കൂട്ടി എത്രയാ? -4. -4. -4 ആണ്. ഡിവൈഡ് ബൈ അതേ സാധനം തന്നെ ഡിനോമിനേറ്റർ എഴുതാം. -4 പ്ലസ് സി. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. അപ്പൊ നിങ്ങൾ തൽക്കാലം ഈ ഫോർമുല മാത്രം പഠിച്ചിരിക്കുക. ആക്ച്വലി ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാനൊരു, അല്ലെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. n നോട്ട് ഈക്വൽ ടു -1 ആവണം. n -1 ആകുമ്പോൾ ഈ ഫോർമുലയ്ക്ക് ഒരു പ്രശ്നം വരും. എന്താ നോക്കിക്കേ, എക്സ് റൈസ് ടു -1 dx ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു -1 ഒന്ന് കൂട്ടി എത്രയാ? 0 അല്ലേ? Yes. യെസ്. ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 0 വരും. ഡിനോമിനേറ്ററിൽ 0 വന്നാൽ അതിന്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആക്ച്വലി, അല്ലേ? യെസ് സർ. അപ്പോ ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്നിന്റെ വാല്യൂ എന്താവരുത്? -1 ആവരുത്. എന്നിന്റെ വാല്യൂ -1 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പിന്നെ കാണാം. അപ്പൊ നിങ്ങൾ പഠിക്കണ്ട. അപ്പൊ നിങ്ങൾ ഈ തൽക്കാലം ബേസിക് സാധനങ്ങൾ മാത്രം പഠിക്കുക. അപ്പൊ ഒന്ന് പെട്ടെന്ന് എഴുതിട്ടെ. ഒന്ന് പെട്ടെന്ന് എഴുതില്ല. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഒറ്റ കാര്യം കൂടി ഉണ്ട്. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ആൻസർ എന്താ വരിക എന്നറിയോ? എക്സ് എന്നാണ് വരിക. അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിക്കുക. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ആൻസർ എന്താ വരിക? എക്സ് എന്നാണ് വരിക. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. ഇതൊന്ന് എഴുതിട്ടെ. ഈ സാധനങ്ങളൊന്ന് എഴുതില്ല. എഴുതി കഴിഞ്ഞാൽ പറയണേ. കഴിഞ്ഞോ? യെസ് സർ. കഴിഞ്ഞു. ഓക്കെ.
നോക്കിക്കേ, ഇവിടെ ഞാൻ എഴുതി വെച്ചത് ഇന്റഗ്രൽ. ഇപ്പൊ v = ds by dt ആണ്. അപ്പൊ ds = v dt എന്ന് എഴുതാം. രണ്ട് സ്ഥലത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇന്റഗ്രൽ ds = ഇന്റഗ്രൽ v dt എന്നാണ് കിട്ടുക. ഇന്റഗ്രൽ dx ന്റെ ആൻസർ ഞാൻ എന്താ പറഞ്ഞത്? ഇന്റഗ്രൽ dx ന്റെ ആൻസർ എന്താ പറഞ്ഞത്? x. അപ്പൊ ഇന്റഗ്രൽ ds ന്റെ ആൻസർ എന്തായിരിക്കും? s. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? s = ഇന്റഗ്രൽ v dt എന്ന് എഴുതിക്കൂടെ? എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ആണ് ഞാൻ ഇവിടെ എഴുതിയത്. വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം കൂടി എഴുതാം. നമുക്കറിയാം a = dv by dt അല്ലേ? ഓർ ഇതിന് നമുക്ക് dv = എന്ത് ചെയ്യാം? a dt എന്ന് എഴുതാം. രണ്ട് സ്ഥലത്തും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ dv = ഇന്റഗ്രൽ a dt. ഇന്റഗ്രൽ dv എന്ന് പറയുമ്പോൾ v ആണ്. അപ്പൊ v = ഇന്റഗ്രൽ a dt എന്ന് എഴുതാം. അപ്പോ ആക്സലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. Is that clear? വേണമെങ്കിൽ ഇതൊന്ന് എഴുതി വെച്ചോ. ഇതൊന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. കഴിഞ്ഞാ പറയണേ. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് u. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? u ആണ്. ആൻഡ് ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ f = at. ആക്സിലറേഷൻ അവർ f എന്നാട്ടോ വിളിച്ചത്. f = at. എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ഈസ് വാലിഡ്? താഴെ പറയുന്ന ഏത് റിലേഷൻ ആണ് വാലിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന റിലേഷൻ ഒക്കെ ആരുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ? താഴെ പറയുന്ന റിലേഷൻ ഒക്കെ ആരുടെ ഇക്വേഷനാ? താഴെ പറയുന്ന ഇക്വേഷൻ ഒക്കെ ആരുടെ ഇക്വേഷനാ? അതെ, വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. താഴെ പറയുന്ന ഇക്വേഷൻ ഒക്കെ ആരുടെ ഇക്വേഷൻ ആണ്? വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് തന്നത് എന്താ? ആക്സിലറേഷൻ അല്ലേ? ആക്സിലറേഷനിൽ നിന്ന് വെലോസിറ്റി അല്ലേ അവരുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. നമ്മളിപ്പോ എന്താ പഠിച്ചത്? v = ഇന്റഗ്രൽ a dt എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഇവിടെ a dt അല്ല വരിക, ഇവിടെ എന്താ വരിക? f dt ആണ് വരിക. ബിക്കോസ് ഇവിടുത്തെ ആക്സിലറേഷൻ f ആണെന്ന് അവർ പറയുന്നുണ്ട്. Is that clear? Yes, sir. v = that is integral f എന്ന് പറഞ്ഞാൽ എന്താ? f എന്ന് പറഞ്ഞാൽ എന്താ? at ആണ്. Therefore that question can be written as v = integral at dt. Clear ആണോ? Yes, sir. a എന്ന് പറഞ്ഞാൽ സാധനം കോൺസ്റ്റന്റ് ആണ്. a എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവിന്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? പിടിച്ച് പുറത്തേക്ക് ഇടും. അതേപോലെ തന്നെ ഇന്റഗ്രലിന്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ച് പുറത്തേക്ക് ഇടാം. അങ്ങനെ പിടിച്ച് പുറത്തേക്ക് ഇടുമ്പോൾ ആ സ്റ്റെപ്പ് ഇങ്ങനെ ആയിട്ട് മാറൂലേ? ഇന്റഗ്രൽ t dt ആയിട്ട് മാറൂലേ? ഇന്റഗ്രൽ t dt ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ ഇന്റഗ്രൽ t dt? എന്താ വരിക? x dx എന്തായിരുന്നു? x² by 2 plus c. അപ്പോ ഇന്റഗ്രൽ t dt എന്തായിരിക്കും? t² by 2 plus c. t² by 2 plus c. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഈ c എന്ന് പറയുമ്പോൾ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ ആക്ച്വലി അവർ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ക്ലൂ തന്നിട്ടുണ്ടാവും എപ്പോഴും.
ഇവിടെ അവർ തന്ന ക്ലൂ എന്താണെന്ന് അറിയോ? ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ എന്താണ്? യു ആണ്. എന്ന് പറഞ്ഞാൽ അറ്റ് ടി ഈക്വൽ ടു 0, ടിക്ക് നിങ്ങൾ 0 കൊടുക്കുമ്പോൾ ആ വെലോസിറ്റിയുടെ വാല്യൂ എന്തായിട്ട് മാറും? യു ആയിട്ട് മാറും എന്നല്ലേ അവര് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒറ്റ മിനിറ്റ്, ഇവിടെ ബ്രാക്കറ്റ് വേണ്ട. ഇത് a t square by 2 plus c ആണ് വരും. ഓക്കെ, അപ്പൊ ടിക്ക് 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വിക്ക് എന്ത് കൊടുക്കാം? യു കൊടുക്കാം. ടിക്ക് 0 കൊടുത്തു നോക്കിയാൽ മുകളിലത്തെ ഇക്വേഷനിൽ ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്തായിട്ട് വരും? a t square by 2 0 ആയിട്ട് മാറും. ബാക്കി സി ആണ് ഉണ്ടാവുക. ലെഫ്റ്റ് സൈഡിലുള്ള വിയുടെ വാല്യൂ എന്തായിട്ട് മാറും? യു ആയിട്ട് മാറും. മനസ്സിലായോ? യെസ് സർ. എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ ആർക്ക് ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. ആർക്ക് ഈക്വൽ ആണ്? യുന് ഈക്വൽ ആണ്. അപ്പോ അതേ സാധനം ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? v is equal to a t square by 2 plus u എന്ന് കിട്ടൂലേ? Yes sir. This is the final equation. v is equal to u plus half a t square. Clear ആണോ? Yes sir, clear ആണ്. ഓപ്ഷൻ നമ്പർ 2. ഇന്റഗ്രേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ഡിഫറൻസിയേഷൻ പോലെയല്ല. കഴിഞ്ഞോ? കഴിഞ്ഞോ? Yes sir, കഴിഞ്ഞു. വായിക്കാൻ പോണേ. Question number 30. 31 അല്ലേ? Question number 31. A particle located at x equal to 0 at t equal to 0. T equal to 0 ൽ പാർട്ടിക്കിൾ എവിടെയുള്ളത്? x equal to 0 ലാണ്. Starts moving along the positive x direction with velocity v, which varies as v is equal to alpha root x. v is equal to alpha root x. Then velocity of the particle varies with time as. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കോൺസ്റ്റന്റ് ആക്സലറേഷന്റെ 3 കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവുന്നതിന്റെ 3 കണ്ടീഷൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? Yes sir. എന്തൊക്കെയാ? പറഞ്ഞേ. V proportional to t. T Proportional to t square. t square Proportional to t square. t square proportional to s. yes. ഇതിൽ ഏതെങ്കിലും 3 കണ്ടീഷൻ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും 3 കണ്ടീഷൻ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഈ മൂന്നാമത്തെ കണ്ടീഷനെ നമുക്ക് വേണമെങ്കിൽ v proportional to root s എന്ന് എഴുതിക്കൂടെ? Yes sir, എഴുതാം. രണ്ട് സ്ഥലത്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ v സ്ക്വയറിന്റെ റൂട്ട് v ആണ്, s ന്റെ റൂട്ട് s ആണ്. മനസ്സിലായോ? Yes sir. ഇവിടെ നോക്കിക്കേ, ഇവിടെ v is equal to alpha root x എന്നാണ് പറഞ്ഞത്. ആൽഫ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോ അതിന്റെ മീനിങ് എന്താ? v proportional to root x എന്നല്ലേ? x എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, which means that ഇതന്നല്ലേ ഈ സാധനം അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഹിയർ ആക്സലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? Yes sir. ഓക്കെ, നിങ്ങളോട് ചോദിച്ചത് എന്താ? then velocity of a particle varies with the time t as. വെലോസിറ്റി ടൈമിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്നല്ലേ ക്വസ്റ്റ്യൻ. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി ടൈമിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു നമുക്കറിയാം. v പ്രൊപ്പോർഷണൽ എന്താ? t. therefore ആൻസർ എന്ത് വരും? v പ്രൊപ്പോർഷണൽ t എന്ന് വരും അല്ലേ? മനസ്സിലായോ? മനസ്സിലായോ?
ചെയ്തത് മനസ്സിലായോ? Yes, sir. Yes, sir. ഓക്കെ, അത് കഴിഞ്ഞു. ഇത് വായിക്കട്ടെ. Okay, sir. 32ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട. അത് കുറച്ചുകൂടി കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്താലും മനസ്സിലാവില്ല. ഇന്റഗ്രേഷൻ ഒക്കെ കുറച്ചും കൂടി തറവായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിൽക്കട്ടെ. നമുക്ക് 33ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. The relation t is equal to root x plus 3 describes the position of a particle where x is in meter and t is in second. The position when velocity is 0. നോക്കിക്കേ, the relation t is equal to root x plus 3 എന്ന് പറയുമ്പോൾ ടിയും എക്സും തമ്മിലുള്ള റിലേഷൻ ആണ് തന്നത്. നിങ്ങളോട് ചോദിച്ചത് വെലോസിറ്റി 0 ആവുമ്പോഴുള്ള പൊസിഷൻ ആണ്. വെലോസിറ്റി 0 ആവുമ്പോഴുള്ള പൊസിഷൻ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഒരു വെലോസിറ്റി തന്നിട്ട് പൊസിഷൻ ആണ് ക്വസ്റ്റ്യൻ. പറഞ്ഞു മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായില്ലേ? Yes, sir. മനസ്സിലായി. ഓക്കെ. ടി ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 3നെ ടി ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 3നെ എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടി മൈനസ് 3 എന്ന് എഴുതിക്കൂടെ? ഓർ എക്സ് ഈസ് ഈക്വൽ ടു ടി മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? Yes, sir. എഴുതാം. or x is equal to t square minus 60 plus 9 എന്ന് എഴുതിക്കൂടെ? or ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x minus 9 is equal to minus 60 plus t square എന്ന് എഴുതാം. x minus 9 is equal to minus 60 plus t square. കുഴപ്പമില്ല, സിമ്പിൾ റീഅറേഞ്ച് ചെയ്തിട്ടുള്ളൂ. കുഴപ്പമുണ്ടോ? ഓക്കെ, ഇവിടെ നോക്കാം. എക്സിന്റെ ഹയസ്റ്റ് പവർ എന്താ? 1 ആണ്. എക്സ് ആണ് പൊസിഷൻ ആണ്. ടിയുടെ ഹയസ്റ്റ് പവർ എന്താ? 2 ആണ്. which means that x proportional to t square എന്നല്ലേ അതിന്റെ മീനിങ് അല്ലേ? Yes, sir. x proportional to t square എന്നാണെങ്കിൽ ആക്സിലറേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? Yes, sir. Yes, sir. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഏത് ഇക്വേഷൻ ഇക്വലന്റ് ആണെന്ന് അറിയോ? s is equal to ut plus half at square ഇക്വലന്റ് ആണ്. അതിൽ എസിന് പകരം ഇവിടെ ഉള്ളത് ആരാ? എക്സ് മൈനസ് 9 ആണ്. യുവിന് പകരം ഇവിടെ ഉള്ളത് ആരാ? മൈനസ് 6 ആണ്. ഹാഫ് എക്ക് പകരം ഇവിടെ ഉള്ളത് ആരാ? 1 ആണ്. മനസ്സിലായോ? ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അല്ലേ? എസ് ഈക്വൽ ut പ്ലസ് ഹാഫ് at സ്ക്വയറും മുകളിലത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്ത് നോക്കിയാൽ എസിന് പകരം അവിടെ ഉള്ള ആരാ? എക്സ് മൈനസ് 9 അല്ലേ? യുക്ക് പകരം ഉള്ളത് ആരാ? മൈനസ് 6 ആണ്. ഹാഫ് at സ്ക്വയറിന് അവിടെ ഉള്ളത് 1 ആണ്. ക്ലിയർ ആണോ? Yes, sir. Clear ആണ്. ഓക്കെ. ഇനി നിങ്ങളോട് എന്താ ചോദിച്ചത്? പൊസിഷൻ വെൻ വെലോസിറ്റി 0 എന്ന് പറയുമ്പോൾ പൊസിഷനും ഡിസ്പ്ലേസ്മെന്റ്, പൊസിഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഈ പൊസിഷനും വെലോസിറ്റി നമ്മളെ കൈനമാറ്റിക് ഇക്വേഷൻസിലെ പൊസിഷനും വെലോസിറ്റി തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? വിയും എക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? മൂന്നാമത്തെ ഇക്വേഷൻ അല്ലേ? v square is equal to u square plus 2as അല്ലേ? അതെ, sir. അപ്പൊ v square is equal to നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v square is equal to യുവിന്റെ വാല്യൂ എന്താന്നാ പറഞ്ഞത്? -6. അപ്പൊ u square എന്ന് പറയുമ്പോൾ എന്ത് വരും? -6 square. -6 square എന്ന് പറയുമ്പോൾ 36. ഹാഫ് എന്റെ വാല്യൂ എന്താ? 1. അപ്പോ നമുക്കിവിടെ നോക്കുക 2a ആണ്. അപ്പൊ 2 ഹാഫ് എന്റെ വാല്യൂ 1 ആണെങ്കിൽ 2a ന്റെ വാല്യൂ എന്താ വരിക?
ഹാഫ് എന്റെ വാല്യൂ 1 ആണെങ്കിൽ 2a വാല്യൂ എന്താ വരിക? ഹാഫ് a ഈക്വൽ ടു 1 ആണെങ്കിൽ a ഈക്വൽ ടു 2 ആണ് വരിക. ഓർ 2a ഈക്വൽ ടു 4 അല്ലേ വരിക? അല്ലേ? Yes, sir. Yes. അപ്പോ ഈ 2a ക്ക് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 4. 4 എന്ന് കൊടുക്കാം. s എന്ന് പറഞ്ഞാൽ എന്താ? s എന്ന് പറഞ്ഞാൽ എന്താ? Minus 9. x മൈനസ് 9 ആണ്. ക്ലിയർ ആണോ? Yes, sir. നിങ്ങളോട് ചോദിച്ചത് പൊസിഷൻ വെൻ വെലോസിറ്റി ഈ 0 എന്ന് പറയുമ്പോൾ വെലോസിറ്റിക്ക് നിങ്ങൾ എന്ത് കൊടുക്കണം? 0. 0 കൊടുക്കണം. എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? Position. എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ടേമാ കണ്ടുപിടിക്കേണ്ടത്? X. x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ when v is equal to 0 is equal to 36 plus ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ 4x മൈനസ് 36 അല്ലേ? അങ്ങനെയല്ലേ കിട്ടുക? Yes, sir. 36ഉം 36ഉം പോയി ക്യാൻസൽ ചെയ്തു. അപ്പൊ 0 is equal to 4x എന്ന് വരും. or x is equal to 0. 0. ഫോർ ആൻസർ എന്ത് വരും? 0 വരും. ഇത് ആക്ച്വലി ഇത് ചെയ്യേണ്ടത് ഈ മെത്തേഡ് അല്ലാതെ വേറെ മെത്തേഡ് ഉണ്ട്. ആ ഇന്റഗ്രേഷൻ വഴിയാണ്. പക്ഷെ അത് കുറെ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇത് മനസ്സിലായല്ലോ അല്ലേ? Yes, sir. മനസ്സിലായി. ഓക്കെ. അപ്പൊ നിർത്താം, സമയമായി. നമ്മൾ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയാം. ഓക്കെ? Okay, sir. Okay, sir. നിർത്തട്ടെ? Okay. ശരി. Thank you, sir. Okay, sir. ഓക്കെ. Thank you, sir.